കേരളം മഹാപ്രളയത്തിൽ പ്രധാന വാർത്തകളിലേക്ക്. പ്രളയത്തിൽ മുങ്ങി കേരളം. കാലവർഷക്കെടുതിയിലാണ് കേരളം. സമാനതകളില്ലാത്ത, മുമ്പ് കണ്ടിട്ടില്ലാത്തത്ര വലിയ പ്രളയത്തിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് നമ്മുടെ നാട്. ശമനമില്ലാതെ സംസ്ഥാനത്തെ കനത്ത മഴ തുടരുകയുമാണ്. ഉരുൾപൊട്ടലിലും മഴയിലും ഇന്നലെ രാത്രി മാത്രം മരിച്ചത് 8 പേരാണ്. ഈരാറ്റുപേട്ടയിൽ വീടിന് മുകളിൽ മണ്ണിടിഞ്ഞു വീണ് ഒരു കുടുംബത്തിലെ 4 പേർ മരിച്ചു. തൃശൂരിൽ വീട് തകർന്ന് 2 പേരും. ഉരുൾപൊട്ടലിൽ ഒരാളും മരിച്ചു. കോഴിക്കോടുണ്ടായ ഉരുൾപൊട്ടലിൽ ഒരു കുട്ടിയാണ് മരിച്ചത്. ഇടുക്കിയിൽ കനത്ത മഴ ഇപ്പോഴും തുടരുകയാണ്. പാലക്കാട് അട്ടപ്പാടി ചുരത്തിൽ ഉരുൾപൊട്ടലുണ്ടായിട്ടുണ്ട്. ആളിയാർ ഡാം തുറക്കുന്നതിനാൽ ചിറ്റൂർ പുഴ തീരത്തുള്ളവർക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി. ഒടുവിലത്തെ വിവരം ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത ഇതാണ്. സൈലന്റ് വാലിയിൽ ഉരുൾപൊട്ടലുണ്ടായിരിക്കുന്നു എന്നതാണ്. ഭൂതത്താൻകെട്ട് ഡാമിൽ വെള്ളം സംഭരണശേഷിക്കും മുകളിലായിട്ടുണ്ട്. ആലുവയിൽ ജലനിരപ്പ് ഉയർന്നു. മുട്ടംയാർഡിൽ വെള്ളം കയറിയതിനെ തുടർന്ന് കൊച്ചി മെട്രോ ട്രെയിൻ സർവീസ് നിർത്തി. പത്തനംതിട്ടയിൽ രക്ഷാപ്രവർത്തനത്തിനായി പമ്പ, ആനത്തോട് ഡാമുകളുടെ ഷട്ടറുകൾ താഴ്ത്തിയിരിക്കുകയാണ്. കൂടുതൽ സൈനികർ രക്ഷാപ്രവർത്തനത്തിനായി പത്തനംതിട്ടയിൽ എത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്തും മറ്റുള്ളിടങ്ങളിലും മഴ ഇപ്പോഴും തുടരുകയാണ്. വിവരങ്ങളുമായിട്ട് ഇപ്പോൾ സൈലന്റ് വാലിയിൽ ഉരുൾപൊട്ടലുണ്ടായതിന്റെ വിശദാംശങ്ങളുമായി പ്രസാദ് നമ്മോടൊപ്പം ഉണ്ട്. പ്രസാദ്, എന്താണ് ഉണ്ടായത്? കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ എന്താ? സൈലന്റ് വാലി വനമേഖലയിൽ ഉരുൾപൊട്ടലുണ്ടായിട്ടുണ്ട്. അതേ തുടർന്ന് കുന്തിപ്പുഴ കരകവിഞ്ഞൊഴുകുകയാണ്. മണ്ണാർക്കാട് മേഖലകളിൽ, മണ്ണാർക്കാട് നഗരത്തിൽ കുന്തിപ്പുഴയുടെ തീരത്ത് വലിയ തോതിൽ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നു. ആ പ്രദേശത്തുള്ള കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. മണ്ണാർക്കാട് അതുപോലെ തന്നെ കരടിയോട് കോളനിയിൽ, മണ്ണാർക്കാട് താലൂക്കിലെ കരടിയോട് ആദിവാസി കോളനിയിൽ 3 അംഗ കുടുംബത്തെ കാണാതായി. ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ, രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട്. അട്ടപ്പാടി ചുരത്തിലും വലിയ തോതിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നു. ഭവാനിപ്പുഴ കരകവിഞ്ഞ ഈ പ്രദേശങ്ങളെല്ലാം, ചെമ്മണ്ണൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെല്ലാം തന്നെ വെള്ളം കയറി. ഇന്നലെ രാത്രി 2 മണിയോടുകൂടിയാണ് ഈ മേഖലയിലേക്ക് വെള്ളം കയറിയിട്ടുള്ളത്. പലരും അവരുടെ വീട്ടുപകരണങ്ങൾ, രേഖകൾ എല്ലാം തന്നെ നഷ്ടപ്പെട്ട ഒരു സാഹചര്യമാണുള്ളത്. ആനക്കൽ പ്രദേശത്ത്, പുതൂർ പഞ്ചായത്തിലെ ആനക്കൽ, പൊട്ടിക്കൽ തുടങ്ങിയ പ്രദേശങ്ങളെല്ലാം തന്നെ ആളുകൾക്ക് പുറത്തേക്ക് വരാൻ കഴിയാതെ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. മണ്ണാർക്കാട് താലൂക്കിൽ, അതോടൊപ്പം തന്നെ ഗായത്രിപ്പുഴ, ചിറ്റൂർ, നെന്മാറ, അയിലൂർ പ്രദേശങ്ങളിലും വലിയ തോതിൽ പ്രളയം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഗായത്രിപ്പുഴ കരകവിഞ്ഞതിനെ തുടർന്ന് ഈ മേഖലയിലുള്ള ഏറെക്കുറെ ഒറ്റപ്പെട്ടു എന്ന് തന്നെ പറയാം. ഇപ്പോൾ മംഗലം ഡാമിലെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. പോത്തുണ്ടി, മലമ്പുഴ ഡാമുകളെല്ലാം തന്നെ അല്പസമയത്തിനകം ഉയർത്തും എന്നാണ് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. മലമ്പുഴ ഡാം നിലവിൽ 75 സെന്റിമീറ്റർ ആണ്. 8 മണിയോടുകൂടി അത് 90 സെന്റിമീറ്റർ ആക്കി ഉയർത്തും. ഇതോടുകൂടി കൽപ്പാത്തി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക്, പാലക്കാടിന്റെ നഗരപ്രദേശങ്ങളിലേക്ക് വീണ്ടും വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഇപ്പോൾ സൈലന്റ് വാലിയിലെ ഉരുൾപൊട്ടലാണ് ആളുകളെ കൂടുതൽ ഭയപ്പെടുത്തുന്നത്. കാരണം കുന്തിപ്പുഴ കടന്നു പോകുന്ന ആ മേഖലകളെല്ലാം തന്നെ വലിയ തോതിൽ, ആ പ്രദേശം, അതിന്റെ തീരത്തിൽ എല്ലാം തന്നെ വലിയ തോതിൽ വെള്ളം കയറുന്നു. ഇപ്പോഴും ഈ മേഖലയെല്ലാം തന്നെ വെള്ളം കയറുന്നുണ്ട്. ആളുകളെ മാറ്റി പാർപ്പിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ കാഞ്ഞിരപ്പുഴയിൽ അതുപോലെ ആ പ്രദേശത്ത് വെള്ളം കയറി ഒരു കുടുംബം, ഒരു വീട്ടിൽ മുഴുവൻ അംഗങ്ങളും ഒറ്റപ്പെട്ട ഒരു സാഹചര്യമാണുള്ളത്. രക്ഷാപ്രവർത്തകർക്ക്, അതായത് ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് എല്ലായിടത്തും ഓടിയെത്താൻ പോലും കഴിയാത്ത സാഹചര്യങ്ങളുണ്ട്. നാട്ടുകാർ ചേർന്ന് തന്നെയാണ് പലയിടങ്ങളിലും ഈ പ്രദേശങ്ങളെല്ലാം തന്നെ രക്ഷാപ്രവർത്തനം നടക്കുന്നത്. അട്ടപ്പാടിയിൽ പൂർണ്ണമായും അധികൃതർക്ക് എത്താൻ കഴിയുന്നില്ല. കാരണം അട്ടപ്പാടി ചുരത്തിലേക്കുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്ന സാഹചര്യമാണുള്ളത്. ഇനി കോയമ്പത്തൂരിൽ നിന്നും സൈന്യം ഉൾപ്പെടെയുള്ള സഹായം തേടിയാൽ മാത്രമേ അട്ടപ്പാടിയിലെ ആളുകൾക്ക് രക്ഷാപ്രവർത്തനത്തിൽ വിദഗ്ധ സഹായം ലഭ്യമാകൂ. അതിനുള്ള ഇടപെടൽ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്നാണ് നമ്മൾ കരുതുന്നത്. നെല്ലിയാമ്പതി പോലെയുള്ള, നെല്ലിയാമ്പതിയിൽ ഏറെക്കുറെ പൂർണ്ണമായും ഒറ്റപ്പെട്ട സാഹചര്യത്തിലുള്ളത്. അവിടെ വലിയ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. മലമ്പുഴയുടെ വൃഷ്ടിപ്രദേശത്തും ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. ഇതാണ് ഇവിടെ വെള്ളം കൂടാനുള്ള കാരണം. 75 സെന്റിമീറ്റർ ആക്കി ഷട്ടർ ക്രമപ്പെടുത്തി നിർത്തിയിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തേണ്ട ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ 90 സെന്റിമീറ്ററിലേക്കാണ് ഷട്ടറുകൾ ഉയർത്താൻ പോകുന്നത്. ഇത് വലിയ തോതിൽ കൽപ്പാത്തി ഉൾപ്പെടെയുള്ള
പ്രദേശങ്ങൾ വെള്ളത്തിലേക്ക് പോകും. ഭാരതപ്പുഴയിൽ കൂടുതൽ ക്രമാതീതമായി വെള്ളം ഉയരും. പട്ടാമ്പി പാലം ഇപ്പോൾ തന്നെ വെള്ളത്തിൽ മുങ്ങി നിൽക്കുകയാണ്. തൃത്താല പോലെയുള്ള പ്രദേശങ്ങളിൽ കൂടുതൽ പ്രളയ ഭീഷണി നേരിടുകയാണ്. സമാനതകളില്ലാത്ത വെള്ളപ്പൊക്കമാണ് പാലക്കാട് ജില്ലയിൽ മൊത്തത്തിൽ ഉണ്ടായിട്ടുള്ളത്. കാരണം മുൻ വർഷങ്ങളെല്ലാം തന്നെ മറ്റ് ജില്ലകളിൽ കൂടുതൽ മഴ ലഭിക്കുമ്പോഴും പാലക്കാട് കുറവ് മഴ ലഭിച്ചിരുന്ന ഒരു പ്രദേശമാണ്. പക്ഷേ ഇത്തവണ എല്ലാ മേഖലകളിലും വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ്. അട്ടപ്പാടി പോലെയുള്ള മലയോര മേഖലകളിൽ തീർത്തും പാലക്കാട് അതാണ് വിവരങ്ങൾ ഇപ്പോഴത്തേത്. ഞാൻ തിരിച്ചു വരാം പ്രസാദ്, താങ്കളിലേക്ക് കൂടുതൽ വിവരങ്ങൾ ആവശ്യമുണ്ട്. അവിടെ സൈലന്റ് വാലിയിൽ ഉരുൾപൊട്ടലുണ്ടായി, അത് തുടർന്നുണ്ടാകുന്ന ദുരിതങ്ങളിലേക്ക് ആണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അവിടെ നിന്ന് പ്രസാദ്. ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജിത്ത് ചേരുന്നു വിവരങ്ങളുമായി. ശ്രീജിത്ത്, ആദ്യ ദിവസങ്ങളിൽ ബുദ്ധിമുട്ടിലായിരുന്നില്ല പത്തനംതിട്ട, പക്ഷേ പിന്നീട് ഇന്നലെയൊക്കെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിൽപ്പെട്ടിരിക്കുന്നത് അവിടെയാണ്. എന്താണ്, എവിടെ നിന്നാണ് ഇപ്പോഴത്തെ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്? വിശദാംശങ്ങൾ എന്താണ്? ഞാനിവിടെ ഉള്ളത് ആറന്മുളയ്ക്ക് സമീപം കോഴഞ്ചേരി എന്ന പ്രദേശമാണ്. ഇവിടെ ഈ പറഞ്ഞതുപോലെ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം അതിഭീകരമായ സാഹചര്യം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് ഒരുപാട് കുടുംബങ്ങൾ വീടിന്റെ 2ാം നിലയിലേക്ക് സുരക്ഷിതമായി മാറിയിരുന്നു. പക്ഷെ അവിടേക്ക് വെള്ളം എത്തുന്ന ഒരു സാഹചര്യമാണ് ഇന്നലെ രാത്രിയോടെ ഉണ്ടായത്. അതായത് ജലനിരപ്പ് ഉയർന്നു വരുന്ന സാഹചര്യം, അതാണ് വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചത്. എന്തായാലും രാത്രിയും ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ കൂടുതൽ ഊർജിതമായ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട്. രാത്രി വൈകിയും കൂടുതൽ ബോട്ടുകൾ, അത് നാവികസേനയുടെയും വ്യോമസേനയുടെയും ഒക്കെ ബോട്ടുകൾ ഈ മേഖലയിൽ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പല കുടുംബങ്ങളും ഇപ്പോഴും അവർ കുടുങ്ങിക്കിടക്കുകയാണ്. വീടിന്റെ 2ാം നിലയിലും ടെറസിലുമൊക്കെയായി കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ജില്ലാ കളക്ടർ നൽകുന്ന വിവരപ്രകാരം പലരും പരിഭ്രാന്തരായി വിളിക്കുകയാണ്. പക്ഷെ അപകട സാധ്യത കൂടുതലുള്ള മേഖലയിലാണ് ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ആയിരക്കണക്കിന് കുടുംബങ്ങളാണ് ഈ മേഖലയിൽ പല ഭാഗങ്ങളിലായി ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്നത് എന്നതാണ് എടുത്തു പറയാനുള്ളത്. എന്തായാലും ഈ മേഖലയിൽ ആകെ ഇതുവരെ കാണാത്തത്ര വലിയ വെള്ളപ്പൊക്കത്തെയാണ് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ 158 അംഗ സൈന്യത്തിന്റെ ഒരു സംഘം ഇന്ന് പുലർച്ചെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ വിവിധ മേഖലകളിലായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 28ഓളം പുതിയ ബോട്ടുകളുമായാണ് അവർ എത്തിയിരിക്കുന്നത്. നീണ്ടകരയിൽ നിന്നുള്ള 10 മത്സ്യബന്ധന ബോട്ടുകൾ ഈ മേഖലയിൽ, അതായത് ഒഴുക്കുള്ള മേഖലയിൽ അടക്കം പ്രവർത്തിക്കാൻ കഴിയുന്ന തരത്തിലുള്ള മത്സ്യബന്ധന ബോട്ടുകൾ ഇവിടെയുണ്ട്. ഫയർഫോഴ്സിന്റെയും NDRFന്റെയും ഒക്കെ മറ്റു ബോട്ടുകളും ഇത്തരം മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരുപാട് പേർ പല സ്ഥലത്തും കുടുങ്ങിക്കിടക്കുകയാണ്. പക്ഷെ ജില്ലാ ഭരണകൂടം നൽകുന്ന വിവരപ്രകാരം സ്ഥിതി ഗുരുതരം തന്നെയാണ്. പക്ഷേ പരിഭ്രാന്തരാകാതെ ഇരിക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം പമ്പയിലെ ജലനിരപ്പ്, കക്കി ഡാമിന്റെ അടക്കം ജലനിരപ്പ് താഴ്ത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ജലനിരപ്പ് ഉയരണമെങ്കിൽ എന്തെങ്കിലും ഉരുൾപൊട്ടൽ പോലുള്ള പ്രതിസന്ധികൾ ഉണ്ടായാൽ മാത്രമേ ഉള്ളൂ. അതായത് ഇപ്പോഴത്തെ നിലയ്ക്ക് താരതമ്യേന സുരക്ഷിതമാണ് കാര്യങ്ങൾ. അതായത് ഈ പറയുന്ന 2ാം നിലയിലും ടെറസിലും ഒക്കെ നിൽക്കുന്ന ആളുകൾ അവിടെ പരിഭ്രാന്തരാകാതെ നിൽക്കുകയാണ് വേണ്ടതെന്നാണ് ജില്ലാ കളക്ടർ, ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. അതായത് ഗുരുതരാവസ്ഥ തന്നെയാണ്. പക്ഷേ ഡാമുകളിലെ വെള്ളം, പുറത്തേക്ക് വിടുന്ന വെള്ളത്തിന്റെ അളവ് കുറച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതൽ വെള്ളം ഉയരാൻ സാധ്യതയില്ല എന്നൊരു ശുഭാപ്തി വിശ്വാസമാണ് ജില്ലാ ഭരണകൂടത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്ന ഇടങ്ങളിൽ വല്ലാതെ പരിഭ്രാന്തരാകാതെ വീടിന്റെ മുകളിലാണെങ്കിലും 2ാം നിലയിലാണെങ്കിലും അവിടെ നിൽക്കണം. വളരെ പെട്ടെന്ന് തന്നെ സുരക്ഷാ സേന അങ്ങോട്ടേക്ക് എത്തും എന്നാണ് ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത്. ശ്രീജിത്ത്, ഇവിടെ ഏത് നിലക്കുള്ള രക്ഷാപ്രവർത്തനമാണ് അവിടെ നടക്കുന്നത്? ഒപ്പം ഈ മഴ എത്രത്തോളമുണ്ട്? ഇപ്പോഴും മഴ പെയ്യുകയാണോ അവിടെ? ശ്രീജിത്തിലേക്ക് തിരികെ എത്താം. പത്തനംതിട്ടയിലും റാന്നിയിലുമായിട്ടാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ രക്ഷാപ്രവർത്തനം. അവിടെയാണ് ഈ ആദ്യ ദിവസങ്ങളിൽ ഒട്ടും ബാധിച്ചിരുന്നില്ലാത്ത പത്തനംതിട്ടയിലാണിപ്പോൾ വലിയ ദുരിത വാർത്തകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മുതൽ, ഇന്നലെ രാത്രി മുതൽ സോഷ്യൽ മീഡിയയിലൂടെ അടക്കം വലിയ തോതിലാണ് ഈ അവിടെയുള്ള ആളുകൾ തങ്ങളെ രക്ഷപ്പെടുത്തണം, വീടിനകത്ത് കുടുങ്ങിക്കിടക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അവർ ചെറിയ തോതിൽ വെള്ളം താഴേക്ക് വന്നപ്പോഴേക്ക് അവർ 2ാം നിലയിലേക്ക് മാറുകയായിരുന്നു. പക്ഷേ 2ാം നിലയിലേക്കും വെള്ളം എത്തുകയും പിന്നീട് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെടുകയും ടെലഫോണും മൊബൈൽ ഫോണും പോലുള്ള സംവിധാനങ്ങൾ പ്രവർത്തനരഹിതമാവുകയും ചെയ്തതോടെയാണ് അങ്ങേയറ്റം പരിഭ്രാന്തരായ ആൾക്കൂട്ടം ഈ പറയുന്ന വീടുകളിൽ നിന്ന് പുറത്തേക്ക് ബന്ധപ്പെടാൻ തുടങ്ങിയത്. സോഷ്യൽ മീഡിയയിലൂടെയും മറ്റുമാണ് ഏറ്റവും കൂടുതലായിട്ട് പുറത്തേക്ക് ബന്ധപ്പെട്ടത്. ടെലഫോണിൽ വിദേശങ്ങളിലുള്ള ബന്ധുക്കളെയും വീട്ടുകാരെയും മറ്റും വിളിച്ചു പറഞ്ഞതിനെ തുടർന്ന് അവർ കൂടെ ഇടപെടുകയും അങ്ങോട്ടേക്ക് ആളുകളെ പറഞ്ഞയക്കുമായിരുന്നു. കുറേ ആളുകളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും. ബാക്കിയുള്ള ആളുകൾക്ക് രക്ഷപ്പെടുത്താനായിട്ട് ഈ അണക്കെട്ടിൽ നിന്നുള്ള വെള്ളം പുറത്തേക്ക് വിടുന്നത് കുറച്ചിട്ടുണ്ട് എന്നാണ് ജില്ലാ
ഭരണകൂടം നൽകുന്ന വിവരം. പരിഭ്രാന്തരാകേണ്ടുന്ന സാഹചര്യമില്ല, പക്ഷേ സ്ഥിതിഗതികൾ അത്യന്തം ഗൗരവതരം തന്നെയാണ്. പക്ഷേ ഏറ്റവും ഈ രണ്ടാം നിലയിലും ടെറസിലുമൊക്കെ ആയിട്ട് കുടുങ്ങിക്കിടക്കുകയല്ലാത്ത താഴെ തന്നെ ബുദ്ധിമുട്ടിലായിരിക്കുന്ന ജീവന് അപായം വന്നേക്കാം എന്ന സാഹചര്യത്തിലുള്ള ആളുകളെ രക്ഷപ്പെടുത്തുക എന്നാണ് ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തകർ അതിനാണ് മുൻതൂക്കം കൊടുക്കുന്നത്. അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ ഇപ്പറഞ്ഞ ഇടങ്ങളിലേക്ക് കൂടെ എത്തും സേന എന്നാണ്. ഒട്ടും പരിഭ്രാന്തരാകേണ്ട സാഹചര്യമില്ല, ആവശ്യമില്ല എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. പത്തനംതിട്ടയിലെ ആളുകളെ അടക്കം തിരുവനന്തപുരത്തേക്കാണ് കൊണ്ടുവരുന്നത് സുരക്ഷാ സേനാ പ്രവർത്തകർ. ഇപ്പോൾ അവിടെ നിന്ന് BV അരുൺ വിശദാംശങ്ങളുമായി ചേരും. അരുൺ, അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്താണ്? സനീഷ്, തിരുവനന്തപുരം ജില്ലയിൽ മഴ കുറവാണ്. ഇന്നലെ രാത്രി ശക്തമായ മഴയുണ്ട്, പക്ഷേ രാവിലെ മഴ കുറവാണ്. അതുകൊണ്ട് തന്നെ വെള്ളം പല സ്ഥലങ്ങളിലും ഇറങ്ങി തുടങ്ങി. ഞാനിപ്പോൾ ഉള്ള തിരുവനന്തപുരത്ത് കണ്ണമ്മൂല പുത്തൻപാലത്ത് സമീപമുള്ള ആമഴഞ്ചാൻ തോടിന് സമീപമാണ്. ഇവിടെ ഇന്നലെ ഈ നിറഞ്ഞു കവിഞ്ഞ് ഈ വഴികളിലേക്കൊക്കെ വെള്ളം കയറിയ സ്ഥിതിയായിരുന്നു. പക്ഷേ രാവിലെ ഇന്ന് അതിന് കുറവ് വന്നിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇത് നിറഞ്ഞു കവിഞ്ഞ അവസ്ഥ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് കുറച്ച് ആശ്വാസമുണ്ട്. പക്ഷേ ആൾക്കാരിലധികം ഇപ്പോഴും ക്യാമ്പുകളിൽ തന്നെയാണ്. ഇവിടെ നിന്ന് അടുത്തുള്ള സ്കൂളുകളിലേക്ക് മറ്റ് ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. മഴ ഇനിയും ശക്തമായി തുടരുമെന്ന മുന്നറിയിപ്പുള്ളതുകൊണ്ട് തന്നെ അവരെ ക്യാമ്പിൽ നിന്ന് തിരിച്ച് വീടുകളിലേക്ക് വിടാൻ അധികൃതർ തയ്യാറാവുകയുമില്ല. സംസ്ഥാന സർക്കാരിന്റെ ദുരന്തനിവാരണ നേതൃത്വത്തിലുള്ള രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ജോധ്പൂരിൽ നിന്നുള്ള ഒരു സംഘം സൈനികർ അല്പസമയത്തിനകം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തുമെന്ന് അറിയുന്നു. 7:30 ഇവർ എത്തുമെന്നാണ് അറിയുന്നത്. കൂടുതൽ സേന തിരുവനന്തപുരത്തേക്ക് എത്തുന്നുണ്ട്. ഇവർ പ്രധാനമായും പത്തനംതിട്ടയിലേക്ക് പോകാനാണ്. അവിടെ കുടുങ്ങിക്കിടക്കുന്ന നൂറുകണക്കിന് ആളുകൾ വീടുകളിലും മറ്റു സ്ഥാപനങ്ങളിലും ലോഡ്ജുകളിലും കോളേജുകളിലടക്കം ആറന്മുള എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളടക്കം അവിടെ കുടുങ്ങിക്കിടക്കുന്ന വിവരം ഇന്നലെ രാത്രി മുതൽ പുറത്തു വരുന്നു. അവരെ രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് സേന എത്തുന്നത്. അതുകൊണ്ട് അവർ 7:30 ആ സേന തിരുവനന്തപുരത്ത് എത്തിച്ചേരും. കൂടുതൽ ടെക്നിക്കൽ ടീമും എത്തുന്നുണ്ട്. രക്ഷാസേനയുടെ ഭാഗമായുള്ള ആർമിയുടെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ ഭാഗമായുള്ള ടെക്നിക്കൽ വിങ്ങും തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തും. 7:30 ആദ്യ ബാച്ച് എത്തുമെന്ന വിവരമാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. ഇവർ നേരെ പോകുന്നത് ടെക്നിക്കൽ ടീമല്ല, മറ്റ് രക്ഷാസൈനികർ പോകുന്നത് പത്തനംതിട്ടയിൽ തന്നെയായിരിക്കും. അവിടെ നിന്ന് ആളുകളെ എയർലിഫ്റ്റ് ചെയ്ത് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ടെക്നിക്കൽ ഏരിയയിൽ കൊണ്ടുവരാനാണ് ഇപ്പോൾ ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഇന്നലെയും അത്തരത്തിലുള്ള ഓപ്പറേഷൻ നടന്നിരുന്നു. അത് ഇന്നും തുടരും. ഏതായാലും സ്ഥിതിഗതികൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണെന്ന് അധികൃതർ അവകാശപ്പെടുന്നു. ഓരോ നിമിഷവും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട്. ഇന്ന് ഇതിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ, ഇതുവരെ നടന്ന പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ പ്രത്യേക മന്ത്രിസഭാ യോഗം ചേരും. 3 മണിക്കാണ് മന്ത്രിസഭാ യോഗം. ഇന്നലെ 2 തവണ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്ന് പ്രവർത്തനങ്ങൾ വിലയിരുത്തിയിരുന്നു. ഓരോ ജില്ലയിലേക്കും ഓരോ മന്ത്രിമാരെ നേരത്തെ തന്നെ ചുമതല നൽകുകയും ചെയ്തിരുന്നു. ആ മന്ത്രിമാർ അവിടങ്ങളിൽ നടന്ന രക്ഷാപ്രവർത്തന റിപ്പോർട്ട്, അവിടെ എടുക്കാൻ പോകുന്ന നടപടികൾ, ഓരോ ജില്ലയിലെയും സ്ഥിതിഗതികൾ കൃത്യമായി തന്നെ മന്ത്രിമാർ മന്ത്രിസഭാ യോഗത്തിൽ വിശദീകരിക്കും. അതിനുവേണ്ടിയാണ് 3 മണിക്ക് മന്ത്രിസഭയുടെ പ്രത്യേക യോഗം ചേരുന്നത്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ യോഗവും കൃത്യമായ ഇടവേളകളിൽ ചേരുന്നുണ്ട്. റവന്യൂ സെക്രട്ടറി നേതൃത്വത്തിലുള്ള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ടീം അവിടെ ഇപ്പോഴും പൂർണ്ണസമയ പ്രവർത്തന സജ്ജരാണ്. ഓരോ നിമിഷവും കൃത്യമായ അപ്ഡേഷൻസും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. സനീഷ്, തിരിച്ചു വരാം അരുൺ. കൂടുതൽ വിവരങ്ങൾ തിരുവനന്തപുരത്തു നിന്നും ആവശ്യമുണ്ട്. തിരുവനന്തപുരത്ത് ഒരല്പം മഴ പിൻവാങ്ങിയ അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ ഇന്നലെ വലിയ തോതിൽ വെള്ളം ഉയർന്നിരുന്നിടത്ത് കുറച്ച് താഴ്ന്നിട്ടുണ്ട്. ആശ്വാസകരമായ വാർത്തയാണ് തിരുവനന്തപുരത്ത് നിന്ന് ലഭിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് വിനീത VG കൂടെ നമ്മോടൊപ്പം ചേരുന്നു ഇപ്പോൾ വിവരങ്ങളുമായി. വിനീത, അവിടെ മെട്രോ സർവീസ് നിർത്തിവെക്കാൻ മാത്രം എന്ത് സാഹചര്യമാണ് ഉണ്ടായത്? മെട്രോ മുട്ടത്തൊക്കെ ആ ഭാഗത്തൊക്കെ വെള്ളം കയറിയിരിക്കുകയാണോ? തീർച്ചയായും സനീഷ്, മുട്ടം ഭാഗത്ത് വെള്ളം കയറിയതിനെ തുടർന്നാണ് മെട്രോ സർവീസ് നിർത്തിവെച്ചിരിക്കുന്നത്. റോഡിലെ ഗതാഗതം നമുക്ക് വലിയൊരു രീതിയിൽ സ്തംഭനത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിഞ്ഞ, ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കമ്പനിപ്പടിയാണ്. കമ്പനിപ്പടി മെട്രോ സ്റ്റേഷന് മുന്നിലുള്ള ദൃശ്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ വലിയ തോതിൽ വെള്ളം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും കയറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഗതാഗതം വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. നമുക്കിപ്പോൾ ഇരുവശങ്ങളിലുമായി ഏതാണ്ട് റോഡ് പുഴയ്ക്ക് സമാനമായ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ജലനിരപ്പ് ആലുവ പുഴയിലടക്കം വലിയ രീതിയിൽ തന്നെ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യവും ഉണ്ട്. അതോടൊപ്പം തന്നെ രാവിലെ മുതൽ തന്നെ ശക്തമായ മഴയും അതോടൊപ്പം നല്ല ശക്തമായ കാറ്റുമുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളൊക്കെ തന്നെ ഏതാണ്ട് വലിയ രീതിയിൽ വെള്ളത്തിനടിയിലേക്ക് ആയൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ട്രെയിൻ ഗതാഗതം, ആലുവ പാലത്തിലൂടെയുള്ള ട്രെയിൻ ഗതാഗതം നിർത്തിവച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ എറണാകുളം തൃശൂർ റൂട്ടിലേക്കുള്ള ട്രെയിൻ ഗതാഗതം ഏതാണ്ട് 8 മണി വരെ നിർത്തിവച്ചിരിക്കുകയാണ്. പാളത്തിൽ വെള്ളം കയറിയതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ട്രെയിൻ ഗതാഗതവും സ്തംഭിച്ചിരിക്കുന്നത്. നിലവിൽ റോഡ് മാർഗവും വലിയ രീതിയിൽ തന്നെയാണ് ബുദ്ധിമുട്ടുണ്ടാവുന്നത്. ഏതാണ്ട് മണിക്കൂറുകളോളം വണ്ടികൾ നിർത്തിയിടുകയും പിന്നീട് വലിയ രീതിയിലേക്ക് ഇതൊരു ബുദ്ധിമുട്ടിലുണ്ടാക്കുന്ന രീതിയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നാട്ടുകാരുടെ നേതൃത്വത്തിലും ഇപ്പോൾ ഇത്തരത്തിൽ ഗതാഗതം നിയന്ത്രിക്കുന്നതിന് വേണ്ടി നാട്ടുകാരും രംഗത്തെത്തിയിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ ഏതാണ്ട് റോഡിലേക്ക് വലിയൊരു
വെള്ളത്തിന്റെ ഒരു വലിയൊരു ഒഴുക്കാണ് നമുക്ക് റോഡിൽ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് കമ്പനിപ്പടി പ്രദേശത്താണ്. മെട്രോ സ്റ്റേഷന് മുന്നിലേക്ക് പോലും വെള്ളം എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുകയാണ്. ഇതേ തുടർന്നാണ് മെട്രോ സർവീസ് നിർത്തിവച്ചിരിക്കുന്നത്. ഇന്നലെ താങ്കളിലേക്ക് ഇപ്പോൾ കമ്പനിപ്പടി, എറണാകുളം കമ്പനിപ്പടി മെട്രോ റെയിൽ സ്റ്റേഷന് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് വിനീത നൽകിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നുള്ള വിവരങ്ങളാണ്. നമുക്കറിയാം വാഹനങ്ങൾ അവിടെ വാഹനങ്ങളുടെ ടയർ മുങ്ങുന്ന നിലയിലേക്ക് ആണ് ഉള്ളത്. അതായത് എറണാകുളം നഗരത്തിലേക്ക് കൂടെ വെള്ളം എത്തി തുടങ്ങിയിരിക്കുന്നുവെന്ന് വേണം അതിനെ കാണാൻ. സ്വാഭാവികമായിട്ട് അവിടെയുള്ള മെട്രോ റെയിൽ സംവിധാനങ്ങൾ അടക്കമുള്ളവ താൽക്കാലികമായിട്ട് നിർത്തിവെച്ചിരിക്കുകയാണ്. മറ്റ് വളരെ വലിയ അത്യാവശ്യങ്ങളില്ലെങ്കിൽ നഗരത്തിൽ താമസിക്കുന്ന ആളുകൾ പുറത്തേക്ക് ഇറങ്ങാതിരിക്കുകയാണ് ചെയ്യേണ്ടത് എന്നാണ് ഈ ഘട്ടത്തിൽ നിർദ്ദേശമായി മുന്നോട്ട് വെക്കാൻ ഉണ്ടാവുക. സ്വാഭാവികമായിട്ടും വാഹനം എന്ന് മാത്രമല്ല, വിനീത് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് മഴ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുകയും ചെയ്യാം. തിരുവനന്തപുരത്തേതുപോലെയല്ല, മഴ ഇപ്പോഴും പെയ്യുകയാണ്. ശക്തമായ കാറ്റോടുകൂടിയ മഴയായിരുന്നു ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും ഉള്ളത് എന്നാണ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. സ്വാഭാവികമാണ്, അവിടെ ഇടുക്കിയും മുല്ലപ്പെരിയാറും ഇപ്പോഴും തുറന്ന അവസ്ഥയിലാണ്. ഭൂതത്താൻകെട്ടിലൂടെ പൂർണ്ണമായ വെള്ളം ആലുവയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ കമ്പനിപ്പടി കൂടെ ഈ മഴയുടെയും മറ്റു തരത്തിലുള്ള വെള്ളവും അവിടേക്ക് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ചെറിയ തോതിലുള്ള ബുദ്ധിമുട്ട്, വലിയ ബുദ്ധിമുട്ടുകളിലേക്ക് നമ്മൾ മറ്റുള്ളിടങ്ങളിൽ കണ്ടതുപോലുള്ള ബുദ്ധിമുട്ടുകളിലേക്ക് ഒരുപക്ഷെ എറണാകുളം നഗരം പോവുകയില്ലായിരിക്കാം, അങ്ങനെ ആശ്വസിക്കാം. പക്ഷേ എങ്കിലും ഇപ്പോഴും ഈ നഗരത്തിലെ സ്വാഭാവിക ജീവിതത്തെ കൂടെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട് നല്ല തോതിൽ എന്നാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. തൃശ്ശൂരിലേക്കുള്ള റെയിൽ ഗതാഗതം സ്തംഭിച്ചിരിക്കുകയുമാണ്. അതുകൊണ്ട് യാത്ര പരമാവധി ഒഴിവാക്കുക എന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കേണ്ടതെന്നാണ് തോന്നുന്നത്. ആ തലക്ക് നാട്ടുകാരടക്കമുള്ളവർ നിന്ന് രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗതാഗതം സുഗമമാക്കാനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വിനീത VG ആണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകുന്നത്. വിനീത, വിവരങ്ങൾ തുടർന്നും നൽകിക്കൊണ്ടിരിക്കും. അവരിലേക്ക് വരാം. അതിനു മുമ്പ് വയനാട്ടിൽ നിന്ന് അശ്വിൻ വല്ലത്ത് നമ്മോടൊപ്പം ചേരുന്നു. അശ്വിൻ, വയനാട്ടിൽ സമാനതകളില്ലാത്ത ദുരിതമാണ്. അതായത് പലയിടങ്ങളിലേക്കും ആളുകൾക്ക് പൂർണ്ണമായിട്ട് എത്തിച്ചേരാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. ഈ എല്ലായിടവും ഇങ്ങനെ ആയതുകൊണ്ട് അങ്ങോട്ടേക്ക് ശ്രദ്ധ വേണ്ട തോതിലെത്താത്ത സാഹചര്യവുമുണ്ട്. ആദിവാസി മേഖലകളിലൊക്കെ നമുക്ക് ആലോചിക്കാൻ പോലും പറ്റാത്ത ദുരിതത്തിലായിരിക്കും ഇപ്പോൾ ഉണ്ടാവുക. അശ്വിൻ, എവിടെയാണ് ഉള്ളത് ഇപ്പോൾ? ഇപ്പോഴും വയനാട്ടിൽ മഴ പെയ്യുകയാണോ? സനീഷ്, കൽപ്പറ്റയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കൽപ്പറ്റ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ, അതായത് നേരത്തെ വെള്ളം കയറിയിരുന്നില്ലായിരുന്ന കൽപ്പറ്റ അടക്കമുള്ള സ്ഥലങ്ങൾ ഇപ്പോൾ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. ബാണാസുര സാഗർ അണക്കെട്ടിന്റെ ഷട്ടറുകൾ 285 സെന്റിമീറ്ററിലേക്ക് ഉയർത്തും എന്നൊരു വിവരമാണ് വരുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറായി കനത്ത മഴയാണ്. ഇന്നലെ ഉച്ചവരെ മഴ അല്പമൊന്ന് മാറി നിന്നിരുന്നെങ്കിലും ഇന്നലെ രാത്രി മുഴുവൻ പെയ്ത കനത്ത മഴയെ തുടർന്ന് ബാണാസുര സാഗർ അണക്കെട്ടിൽ ജലനിരപ്പ് ക്രമാതീതമായി കൂടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അണക്കെട്ട് 285 എത്തും. ആദ്യഘട്ടത്തിൽ വലിയ വെള്ളപ്പൊക്കമുണ്ടായ ആദ്യഘട്ടത്തിൽ 290 സെന്റിമീറ്റർ ആയിരുന്നു ഉയർത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ കൽപ്പറ്റ നഗരത്തിൽ അടക്കം താമസിക്കുന്നവരെ ഇത് നേരിട്ട് ബാധിക്കും. ഇപ്പോൾ നിലവിൽ നഗരത്തിൽ വെള്ളക്കെട്ടുകളോ അങ്ങനെ പ്രശ്നങ്ങളോ ഒന്നുമില്ല. പക്ഷേ പനമരം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഏതാണ്ട് വെള്ളത്തിനടിയിലായി കഴിഞ്ഞ ഒരവസ്ഥയുണ്ട്. കഴിഞ്ഞ 36 മണിക്കൂറുകളായി 255 സെന്റിമീറ്റർ വെച്ചാണ് ഉയർത്തിയിരുന്നത്. അപ്പോൾ തന്നെ വലിയ ഒരളവിൽ വെള്ളം വരുന്നുണ്ട്. വെള്ളപ്പൊക്ക ഭീഷണി രൂക്ഷമാണ്. അത് മാത്രമല്ല, അതോടൊപ്പം ജില്ലയുടെ പല ഭാഗങ്ങളിലും മണ്ണിടിച്ചിൽ രൂക്ഷമാണ്. ഈ സ്ഥലങ്ങളിലെല്ലാം ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. ഇന്നലെ രാത്രിയും മാനന്തവാടിയും താങ്കളിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ പത്തനംതിട്ടയിൽ വീട്ടിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരാൾ, സോമൻ എന്ന പേരുള്ളയാൾ ഇപ്പോൾ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സോമൻ, എവിടെയാണുള്ളത്? നിങ്ങളുടെ വീട് എവിടെയാണ്? എന്താണ് അവസ്ഥ? സാർ, ഞാനിപ്പോൾ പത്തനംതിട്ട ഓങ്ങല്ലൂരാണ് വീട്. എന്റെ സിസ്റ്റർ ആറന്മുള സത്രക്കടവ് ജംഗ്ഷൻ, അവിടെ രാം നിവാസിൽ രാംകുമാർ, അവര് 4 പേരുണ്ട്. 85 വയസ്സുള്ള ഒരു അമ്മ. കൃത്യം സ്ഥലം പറയൂ. അതായത് ഓമല്ലൂർ എവിടെയാണ് കൃത്യം സ്ഥലം? ആറന്മുളയാണ്. ആറന്മുള സത്രക്കടവ്, അതായത് TB ഉണ്ട്. ആറന്മുള TB ഉള്ളത്. TBക്ക് സമയം ആറന്മുള സത്രക്കടവ്. NSS കരയോഗത്തിന്റെ അവിടുത്തെ ആറന്മുള NSS കരയോഗത്തിന്റെ ഇവിടെ ആറന്മുള അല്ല, ആറന്മുള NSS കരയോഗത്തിന്റെ അവിടെ ആ സൈഡിലെ ആദ്യത്തെ വീട് രാമനിവാസ് അല്ലേ? രാംനിവാസിൽ രാംകുമാർ. ഇത് ഈ വീട് ഇരുനില വീടാണോ? 2 നിലയുള്ള വീടാണോ? അല്ല ഒറ്റ. അവര് പെരക്കിയും തട്ടുണ്ട്, മച്ചുണ്ട്. ഇവരിപ്പോൾ മച്ചിന്റെ മുകളിലാണോ ഉള്ളത്? എന്നുവെച്ചാൽ താഴെ വെള്ളം കയറിയിരിക്കുകയാണോ? അതെ, താഴെ വെള്ളം കയറിയിരിക്കുകയാണല്ലേ? പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല? ഇല്ല. ശരി, അവരുടെ മൊബൈലും എല്ലാം ഓഫാ. കറണ്ട് 2 ദിവസം കൊണ്ട് ഇല്ലാത്തോണ്ടേ.
അല്പസമയത്തിനകം തന്നെ അവിടേക്ക് ആളുകൾ എത്തും. ഈ സുരക്ഷാ സേനയെ ഞങ്ങൾ വിവരം അറിയിച്ചുകൊള്ളാം. ഇന്ന സ്ഥലത്ത് ആറന്മുള സത്രക്കടവ് NSS കരയോഗത്തിന്റെ തൊട്ടടുത്ത് ആദ്യ വീട് രാമനിവാസ് എന്ന വീട്ടിൽ 80 വയസ്സുകാരിയായിട്ടുള്ള ഒരാളടക്കം കുടുങ്ങിക്കിടക്കുകയാണ്. അങ്ങനെയല്ലേ? 4 പേര്. ഞങ്ങളത് ബന്ധപ്പെട്ട ആളുകളെ അറിയിച്ചുകൊള്ളാം. അങ്ങോട്ടേക്ക് ആളുകൾ എത്തും. ബന്ധപ്പെടാൻ അവരോട് പറ്റുന്നുണ്ടെങ്കിൽ സേഫായിട്ട് സുരക്ഷിതമായിട്ട് ഏറ്റവും ഉയരമുള്ള സ്ഥലത്ത് ഇരിക്കാൻ പറയൂ. വളരെ പെട്ടെന്ന് ആളുകളെ അവിടേക്ക് എത്താം. സേന അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇപ്പോൾ തന്നെയും സേനാ സംവിധാനങ്ങളെല്ലാം ഉണ്ട്. കുറെ കൂടെ ദുരിതത്തിലായിരിക്കുന്ന ആളുകളെ ആദ്യം രക്ഷപ്പെടുത്തുക എന്നുകൊണ്ടാണ് അവിടേക്ക് പോകുന്നത്. ഭയപ്പെടാതെ സുരക്ഷിതരായിട്ടിരിക്കുക. നന്ദി. വിളിച്ചതിന് നന്ദി. പത്തനംതിട്ടയിൽ നിന്നാണ് ആ വിളി വന്നത്. ആറന്മുളയിൽ നിന്നാണ്. ആറന്മുളയിൽ നേരത്തെ പറഞ്ഞതുപോലെ സത്രക്കടവിലുള്ള ഒരു വീട്ടിനകത്ത് ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. സ്വാഭാവികമായിട്ടും അധികാരികളുടെ ശ്രദ്ധ അങ്ങോട്ടേക്ക് എത്തുമായിരിക്കും. ഞങ്ങൾ മറ്റു വിധത്തിലും അവരെ ബന്ധപ്പെട്ട് ഈ വിവരം കൈമാറുന്നതാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകളിലേക്ക് തിരിച്ചു വരാം. പത്തനംതിട്ടയിൽ നിന്നാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ദുരിതത്തിന്റെ വാർത്തകൾ വരുന്നത്. രക്ഷാപ്രവർത്തനം ഏറ്റവും സജീവമായും ഊർജിതമായും നടത്തേണ്ടുന്ന ഇടം ഇപ്പോൾ അവിടെയാണ്. ആദ്യ ദിവസങ്ങളിൽ ബുദ്ധിമുട്ടില്ലാതിരുന്ന പത്തനംതിട്ടയിൽ പലയിടങ്ങളിലും ആളുകൾ രണ്ടാം നിലയിലും ടെറസിലുമൊക്കെയായിട്ട് കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയിലാണ്. മൊബൈൽ ഫോൺ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ട്. മൊബൈൽ ഫോൺ പ്രവർത്തനക്ഷമം അല്ലാതായി മാറിയിട്ടുണ്ട്. ഇന്നലെ അങ്ങേയറ്റം ദുഃഖകരമായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങേയറ്റം ആശങ്കാജനകമായ ഒരു രാത്രിയാണ് കടന്നുപോയത്. ആ ആളുകളെ ബന്ധപ്പെടാൻ പൂർണ്ണമായിട്ടുള്ള സാധ്യത ഇല്ലാതെ ആയിപ്പോയി. ഇപ്പോൾ രക്ഷാപ്രവർത്തനം കുറെ കൂടെ സുഗമമാക്കിയിട്ടുണ്ട്. ആളുകൾ അങ്ങോട്ടേക്ക് ചെന്ന് പല ആളുകളെയും രക്ഷപ്പെടുത്തുകയാണ്. സോഷ്യൽ മീഡിയയിലൂടെയും മറ്റുമൊക്കെ പരന്ന ഈ ആളുകളുടെ സഹായ അഭ്യർത്ഥനകൾ എത്തേണ്ടിടത്ത് എത്തിയിട്ടുണ്ട്. ആളുകൾ ഓരോ ലൊക്കേഷനും കണ്ടുപിടിച്ച് അങ്ങോട്ട് ചെന്ന് രക്ഷപ്പെടുത്തുകയാണ്. ശുഭാപ്തി വിശ്വാസികളായിട്ടിരിക്കാൻ കാരണങ്ങളാണ് ഈ നേരത്തുള്ളത്. പക്ഷേ അങ്ങേയറ്റം ആശങ്കയോടുകൂടി തന്നെയാണ് അതിനകത്ത് ഉള്ളത്. ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ കാര്യങ്ങൾ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ സുരക്ഷിതരായിട്ട് കുറേ സമയം കൂടെ ഇരിക്കാൻ തയ്യാറാവുക. ഒട്ടും ഭയപ്പെടാതെ പരിഭ്രാന്തരാകാതെ ഇരിക്കുക എന്നതാണ് അവിടെ നിന്ന് ജില്ലാ കളക്ടർ അടക്കമുള്ള ആളുകൾ അറിയിക്കുന്നത്, ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. സുരക്ഷാ സേന സ്വാഭാവികമായിട്ടും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കരികിലേക്ക് എത്തുമെന്നാണ്. പത്തനംതിട്ടയിൽ റാന്നിയിലും ആറന്മുളയിലും ഒക്കെയാണ് ഈ പ്രയാസങ്ങൾ നേരിടുന്ന ആളുകൾ ഇപ്പോൾ ഉള്ളത്. അവിടെ നിൽക്കാനാണ് പറയുന്നത്. മറ്റുള്ളിടങ്ങളിലും രക്ഷാപ്രവർത്തനം സജീവമായി തന്നെ നടക്കുന്നുണ്ട്. ഇപ്പോൾ വയനാട്ടിൽ പക്ഷേ കനത്ത മഴ തന്നെ തുടരുകയാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് നമ്മോടൊപ്പം ചേരുന്നു. സുർജിത്ത്, മലപ്പുറത്താണ് കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ ജീവനഷ്ടമുണ്ടായത്. ഇപ്പോഴെന്താണ് അവസ്ഥ? മലപ്പുറത്ത് മഴ കുറഞ്ഞിട്ടുണ്ടോ? സനീഷ്, മഴയ്ക്ക് ഒരു അല്പം പോലും കുറവില്ല എന്ന് വേണം പറയാൻ. ഇന്നലെ രാത്രിയും പുലർച്ചെയുമായി വലിയ അളവിലാണ് മഴ പെയ്തത്. മാത്രമല്ല കടുത്ത രീതിയിലുള്ള കാറ്റും ഉണ്ടായിരുന്നു. ശക്തമായ രീതിയിലായിരുന്നു കാറ്റ് വീശിയിരുന്നത്. 7 ഇടങ്ങളിലാണ് ഇന്നലെ പുലർച്ചെയും രാത്രിയുമായി ഉരുൾപൊട്ടൽ ഉണ്ടായത്. കിഴക്കേ ചാത്തല്ലൂർ, ഊർങ്ങാട്ടിരി, അതോടൊപ്പം തന്നെ ഓടക്കയം, കാളികാവ്, കരുവാരക്കുണ്ട് തുടങ്ങിയ നിലമ്പൂരിന്റെ ആ വനമേഖലകളിൽ, പശ്ചിമഘട്ടത്തോട് ചേർന്ന വനമേഖലകളിലാണ് ഉരുൾപൊട്ടലുണ്ടായത്. ഈ ഉരുൾപൊട്ടലിനെ തുടർന്ന് കടുത്ത രീതിയിലുള്ള മലവെള്ളപ്പാച്ചിൽ നിലനിൽക്കുന്നുണ്ട്. വിവിധ നദികളെല്ലാം തന്നെ കരകവിഞ്ഞ് ഒഴുകുകയാണ്. പല നഗരങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. മഞ്ചേരിയിലും കൊണ്ടോട്ടിയിലും അതോടൊപ്പം തന്നെ നിലമ്പൂരും ഉൾപ്പെടെയുള്ള മമ്പാട് ഉൾപ്പെടെയുള്ള നഗരപ്രദേശങ്ങളിലെല്ലാം തന്നെ വലിയ അളവിൽ വെള്ളക്കെട്ടിനെയാണ് അഭിമുഖീകരിക്കുന്നത്. ഗതാഗതം പൂർണ്ണമായും സ്തംഭിക്കുന്ന ഒരവസ്ഥയുണ്ട്. ഏതാനും സ്വകാര്യ ബസ്സുകൾ മാത്രമാണ് നിരത്തിലിറങ്ങിയിട്ടുള്ളത്. KSRTC സർവീസ് ഭാഗികമായി നിലച്ചിരിക്കുകയാണ്. ഹൈവേ വഴി മാത്രമാണ് സർവീസ് നടത്തുന്നത്. കോഴിക്കോട് തൃശൂർ പാതയിൽ മാത്രമാണ് ഇപ്പോൾ നിലവിൽ സർവീസ് ഉള്ളത്. മറ്റ് ഇടങ്ങളിലെല്ലാം തന്നെ ഭാഗികമായി. ഒരു നിമിഷം ഞാൻ തിരിച്ചു വരാം സുർജിത്ത് താങ്കളിലേക്ക്. ഇപ്പോൾ പത്തനംതിട്ട ഇടയാറന്മുളയിൽ നിന്ന് ശ്രീ കൊച്ചുകൃഷ്ണപിള്ള നമ്മോടൊപ്പം ടെലിഫോൺ ലൈനുണ്ട്. അദ്ദേഹം അവിടെ ബുദ്ധിമുട്ട് നേരിടുകയാണെന്ന് തോന്നുന്നു. ശ്രീ കൊച്ചുകൃഷ്ണപിള്ള, എവിടെയാണുള്ളത്? എന്താണ് അവസ്ഥ? ഇത് വിളക്കുമാടം ക്ഷേത്രത്തിന്റെ 14 വീട് കിഴക്ക്. വിളക്കുമാടം ക്ഷേത്രത്തിന്റെ 14 വീട് കിഴക്കായിട്ട് അച്ഛനും അമ്മയും, അച്ഛന്റെ പേര് കൊച്ചുകൃഷ്ണപിള്ള, അമ്മയുടെ പേര് ലീല, 2 പേരും വീടിന്റെ മേളില് പെട്ടിരിക്കുകയാണ്. താങ്കളല്ല കൊച്ചുകൃഷ്ണപിള്ള, താങ്കളുടെ പിതാവാണ്. അദ്ദേഹത്തിന്റെ മകൻ. അച്ഛനും അമ്മയും അവിടെ ഈ വിളക്കുമാടം, അതായത് പത്തനംതിട്ട ഇടയാറന്മുളയിൽ വിളക്കുമാടം ക്ഷേത്രത്തിന്റെ എത്രാമത്തെ വീടാണ്? ഒരു 12 വീട് കിഴക്കായിട്ടാണ്. ആ വീടിന്റെ മേലിൽ ടെറസിൽ കുടുങ്ങിയിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലാണ് അവർ ഇരിക്കുന്നത്. ടെറസിലാണുള്ളത് അല്ലേ? അതെ. അവരുമായിട്ട് ഫോണിൽ ബന്ധപ്പെടാൻ കഴിയുന്നുണ്ടോ? ഉണ്ട്.
ശ്രമിച്ചിട്ടുണ്ട്, അച്ഛന് കിട്ടുന്നുണ്ട്. അവരോട് വളരെ സുരക്ഷിതരായിട്ട് അവിടെ തന്നെ ഇരിക്കാൻ പറയുക. സേന അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ന് ഒരു പകൽ ഒരു 1-2 മണിക്കൂറിനകം തന്നെ അവിടെയുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് ആളുകളെല്ലാം തിരിച്ച് തിരുവനന്തപുരത്തേക്കോ മറ്റോ എത്തിക്കും എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് അതുവരെ വളരെ സുരക്ഷിതരായിട്ട് പരിഭ്രാന്തരാകാതെ ഇരിക്കാൻ പറയുക. ഇപ്പോൾ താങ്കൾ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ ശരി. ഈ കാര്യം ഞങ്ങൾ ബന്ധപ്പെട്ടവരെ അറിയിക്കാം. അങ്ങോട്ടേക്ക് പോകും. വിളക്കുമാടം ക്ഷേത്രത്തിന്റെ 12ാമത്തെ വീട് ഇടയാറന്മുള, കൊച്ചുകൃഷ്ണപിള്ളയും അദ്ദേഹത്തിന്റെ ഭാര്യയും. അത് ഞങ്ങൾ ബന്ധപ്പെട്ടവരെ അറിയിച്ചു കൊള്ളാം. വളരെ നന്ദി വിളിച്ചതിന്. സുർജിത്ത്, അത് ഈ പത്തനംതിട്ടയിലും ആറന്മുള റാന്നി മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ന് കുടുങ്ങിക്കിടക്കുന്നത്. അങ്ങോട്ടേക്കുള്ള സുരക്ഷാ പ്രവർത്തനം സജീവമായി തന്നെ നടക്കുകയാണ്. നിങ്ങളിൽ ആരെങ്കിലും അവിടെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളാണെങ്കിൽ ടെലിഫോണിൽ ഞങ്ങളോട് ബന്ധപ്പെടാൻ സാധിക്കുന്നതാണെങ്കിൽ താഴെ ആ നമ്പർ പോകുന്നുണ്ട്, അതിൽ വിളിച്ച് ഞങ്ങളോട് ബന്ധപ്പെടാം. നേരിട്ട് വിളിക്കേണ്ട ആളുകളുടെ നമ്പർ കൂടെ ഞങ്ങൾ നൽകുന്നതാണ്. നേരിട്ട് രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുന്ന ആളുകളെ നേരിട്ട് വിളിക്കാൻ സാധിക്കുകയാണെങ്കിൽ അതുതന്നെയാണ് നല്ലത്. ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകളും ജില്ലാ കളക്ടർമാരടക്കമുള്ള ആളുകളും അങ്ങോട്ടേക്ക് അവരുടെ നമ്പർ തരുന്നുണ്ട്. രക്ഷാപ്രവർത്തനം സുഗമമാക്കാൻ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് പോയി സമയം ദൈർഘ്യം എടുക്കാതെ അവരിലേക്ക് നേരിട്ട് വിളിക്കുന്നത് തന്നെയാണ് സുരക്ഷിതമായ മാർഗം. പക്ഷേ ഈ വസ്തുത കുറെ കൂടി ശക്തമായിട്ട് അറിയിക്കാനോ മറ്റോ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാം. ഞങ്ങളെ വിളിക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ആ നമ്പർ കൂടെ ഉപയോഗിക്കണമെന്നാണ് സ്വാഭാവികമായിട്ടും അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന നിർദ്ദേശം അതുതന്നെയായിരിക്കും. അങ്ങനെ നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് സഹായം നേടാൻ പറ്റുകയാണെങ്കിൽ അത് ചെയ്യുകയാണ് വേണ്ടത്. പക്ഷേ പല ഫോൺ നമ്പറുകളും ഈ ഒരുപാട് ആളുകൾ വിളിക്കുന്നത് കൊണ്ട് തന്നെയും കിട്ടാത്ത അവസ്ഥയുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ വിളിച്ച് നിങ്ങളുടെ ബുദ്ധിമുട്ട് കൂടെ പറയാവുന്നതാണ്. ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് സുർജിത്ത് തുടരുന്നുണ്ട്. സുർജിത്ത്, മഴ നമ്മുടെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് പ്രകാരം നാളെ കൂടെ 17-ാം തീയതി ഉച്ചവരെയെങ്കിലും മഴയുണ്ടാകുമെന്നാണ് അവരുടെ നേരത്തെ ഉള്ള മുന്നറിയിപ്പ്. മലപ്പുറത്ത് നേരത്തെ തന്നെ പലയിടങ്ങളിലും ഉരുൾപൊട്ടലും മറ്റുമൊക്കെ ഉണ്ടായതാണ്. ഇന്നിപ്പോൾ വീണ്ടും ശക്തമായി മഴ പെയ്യുന്നു. ഇന്നലെ രാത്രി മുതൽ മഴ പെയ്യുന്നു എന്ന് പറയുമ്പോൾ ഏതൊക്കെ മേഖലകളിലാണ് ആളുകൾ ബുദ്ധിമുട്ടിലായിരിക്കുന്നത്? രക്ഷാപ്രവർത്തനമൊക്കെ കൃത്യമായി തന്നെ നടക്കുന്നുണ്ടോ? സനീഷ്, പ്രത്യേകിച്ചും മലയോര മേഖലകളിലാണ് ശക്തമായ രീതിയിലുള്ള മഴ പെയ്യുന്നത്. ഇതിൻ്റെ ഒരു തുടർച്ചയായാണ് ഉരുൾപൊട്ടലുകൾ ഉണ്ടാകുന്നത്. ഓടക്കയം, അതോടൊപ്പം തന്നെ ഊർങ്ങാട്ടിരി, കരുവാരക്കുണ്ട്, കാളികാവ്, നിലമ്പൂർ മേഖലകളിലാണ് ശക്തമായ അളവിൽ ഉരുൾപൊട്ടലുള്ളത്. ഇതേ തുടർന്ന് മലവെള്ളപ്പാച്ചിൽ നദികളിലെല്ലാം തന്നെ ശക്തമാണ്. കാഞ്ഞിരപ്പുഴയെല്ലാം കവിഞ്ഞൊഴുകാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി. ഇതേ തുടർന്ന് ഈ നദികൾ എത്തിച്ചേരുന്ന വലിയ പുഴകളുണ്ട്. ആ പുഴകളിലെല്ലാം തന്നെ നീരൊഴുക്ക് ശക്തമാണ്. പല നഗരങ്ങളിലും ഇതോടുകൂടി വെള്ളക്കെട്ടിലായി. ഒരേ അളവിൽ തന്നെ, അതായത് മലയോര മേഖലയിലുള്ളവർക്കും അതോടൊപ്പം തന്നെ കീഴ്ഭാഗങ്ങളിൽ, അതായത് സമതലങ്ങളിൽ ഉൾപ്പെടെയുള്ള ആളുകൾക്കും ഇത് വലിയ ദുരിതമാണ്. കനത്ത രീതിയിലുള്ള വെള്ളക്കെട്ടാണ് ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത്. വാഹനങ്ങൾ പോകാത്ത വിധത്തിൽ റോഡിൽ വെള്ളം നിറഞ്ഞ് കവിഞ്ഞിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. സ്വാഭാവികമായും ആ ഒരു അർത്ഥത്തിൽ ജനജീവിതത്തെ സാരമായി ബാധിക്കുകയാണ്. ഇന്ന് ഇപ്പോൾ KSRTC ബസ്സുകൾ ഉൾപ്പെടെ സർവീസുകൾ നിർത്തിവച്ചിരിക്കുകയാണ്. പലയിടങ്ങളിലും സ്വകാര്യ ബസ്സുകൾക്കും ഇതേ അനുഭവം തന്നെയാണ് ഉള്ളത്. ഹൈവേ വഴി മാത്രമാണ്, തൃശ്ശൂരിൽ നിന്നും കോഴിക്കോട്ടേക്കുള്ള ഹൈവേ വഴി മാത്രമാണ് ഗതാഗതം ഉള്ളത്. ഇന്നലെ കൈതക്കുണ്ടിലും അതോടൊപ്പം തന്നെ പെരിങ്ങാവിലും മരിച്ച ആളുകളുടെ കബറടക്ക ചടങ്ങുകൾ. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി അല്പസമയത്തിനകം വരാം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിച്ചിരിക്കുന്ന ഒരു വിവരം ഇടുക്കിയിൽ നിന്നാണ്. ഇടുക്കിയിൽ ഒരിടത്ത് ഉരുൾപൊട്ടിയിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. അതിന്റെ വിശദാംശങ്ങൾ MS സനീഷ് കുമാർ അവിടെ നിന്ന് നൽകും. അതിലേക്ക് വരാം. അതിനു മുമ്പ് കോഴിക്കോട് കോടഞ്ചേരി മൈക്കാവിൽ മണ്ണിടിഞ്ഞ് വീണ് വീട് തകർന്നു എന്നൊരു വാർത്തയുണ്ട്. മൈക്കാവ് അങ്ങാടിക്ക് സമീപം മണിയുടെ വീടാണ് തകർന്നത്. വീട്ടുകാർക്ക് പക്ഷേ അപകടമൊന്നും ഉണ്ടായില്ല. വീട്ടുകാർ ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്ന വിവരമാണ് അവിടെ നിന്നുള്ളത്. കോഴിക്കോട് നഗരവും വെള്ളത്തിലാണ്. കൊച്ചി നഗരത്തിലേക്ക് വെള്ളം കയറുന്നു എന്ന വാർത്തയുണ്ട്. കൊച്ചി നഗരത്തിനകത്തേക്കല്ല, മഴയുടെ വെള്ളം കൊച്ചി നഗരത്തിൻ്റെ ഗതാഗതത്തെ ബുദ്ധിമുട്ടിലാകുന്നു. കോഴിക്കോട് നഗരത്തിലേക്ക് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു എന്നല്ല, കൊച്ചി നഗരത്തിലേക്ക് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു എന്നല്ല, കോഴിക്കോട് നഗരവും പക്ഷേ വെള്ളത്തിലാണ്. കോഴിക്കോട് നഗരത്തെ നല്ല തോതിൽ തന്നെ ഈ വെള്ളപ്പൊക്കം അല്ലെങ്കിൽ വെള്ളം ഉയരുന്നത് ബാധിച്ചിട്ടുണ്ട്. മലപ്പുറത്തിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ സുർജിത്ത് വിശദമായി റിപ്പോർട്ട് ചെയ്തു. തിരിച്ചു വരാൻ വളരെ പെട്ടെന്ന് മറ്റു വാർത്തകളിലേക്കും ഇടുക്കിയിലെ ആ ഉരുൾപൊട്ടലിൻ്റെ വിശദാംശങ്ങളിലേക്കും ഇടവേളയ്ക്ക് ശേഷം. ഇടുക്കിയിൽ നിന്ന് MS അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരുന്നു. അനീഷ്, എന്താണ് ഇടുക്കിയിൽ ഇപ്പോൾ മഴയുടെ അവസ്ഥ? മഴ പെയ്യുന്നുണ്ടോ? എവിടെയൊക്കെയോ ഉരുൾപൊട്ടലുണ്ടായി എന്ന വാർത്ത കൂടെ ഉണ്ടല്ലോ. സനീഷ്, രാവിലെ മഴയ്ക്ക് നേരിയ ശമനമുണ്ടായെങ്കിലും ഇപ്പോൾ വീണ്ടും മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഹൈറേഞ്ച് മേഖലകൾ ഒന്നടങ്കം മഴ ലഭിക്കുന്നു എന്ന സൂചനയാണ് ലഭിക്കുന്നത്. എന്നാൽ മറ്റിടങ്ങളുമായി നമുക്ക് പൂർണ്ണമായും ആശയവിനിമയ സംവിധാനങ്ങൾ ബന്ധപ്പെടാൻ കഴിയുന്നില്ല. കാരണം എല്ലായിടത്തും വൈദ്യുതി വാർത്താവിനിമയ സംവിധാനങ്ങൾ തകർന്നു കിടക്കുകയാണ്. പോലീസിന്റെ
വയർലെസ് സെറ്റുകൾ വഴി വരുന്ന മെസ്സേജുകൾ മാത്രമാണ് നമുക്കിപ്പോൾ ഉപയോഗിക്കാൻ കഴിയുന്നത്. ഇതനുസരിച്ച് മണിയാറൻകുടിയിൽ ഉരുൾപൊട്ടലുണ്ടായിരിക്കുന്നു, 2 പേർ മരിച്ചു എന്നാണ് വിവരം ലഭിക്കുന്നത്. ഒപ്പം കരിമ്പനിലും അല്പസമയം മുമ്പ് വലിയൊരു ഉരുൾപൊട്ടലുണ്ടായി. എന്നാൽ ഈ ഉരുൾപൊട്ടലിൽ ആൾനാശം ഉള്ളതായി വിവരങ്ങളില്ല. ചെറുതോണി പട്ടണത്തിന് സമീപം പെട്രോൾ പമ്പിന് അടുത്ത് വലിയ ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നു. പെട്രോൾ പമ്പിന്റെ പ്രവർത്തനം നിലച്ചു. ഒപ്പം സമീപ പ്രദേശങ്ങളിലെല്ലാം രാവിലെയും വീണ്ടും ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടായതാണ് അറിയുന്നത്. കൃത്യമായ വിവരങ്ങൾ പക്ഷേ ഈ സംബന്ധിച്ച് നമുക്ക് നൽകാൻ കഴിയാത്ത ഒരു അവസ്ഥയുണ്ട്. അണക്കെട്ടിലെ ജലനിരപ്പ് വീണ്ടും ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഇന്നലെ 11 മണിക്ക് ശേഷം അണക്കെട്ടിലെ ജലനിരപ്പ് പോലും നൽകാൻ കഴിയാത്ത വിധം സർക്കാർ സംവിധാനങ്ങൾക്കും ആശയവിനിമയ സംവിധാനങ്ങൾ തകരാറിലായിരിക്കുന്നു. 2399.8 അടിയായിരുന്നു അണക്കെട്ടിലെ ജലനിരപ്പ്. മുല്ലപ്പെരിയാറിൽ നിന്നും വലിയ തോതിൽ അണക്കെട്ടിലേക്ക് വെള്ളം എത്തുന്നുണ്ട്. ഒപ്പം പെരിയാറിന്റെ ഇരു തീരങ്ങളിലെയും നിരവധി കെട്ടിടങ്ങൾ തകർന്നു. മറുവശത്ത് നമ്മൾ കണ്ടിരുന്ന ഒരു ഭാഗമുണ്ട് പെരിയാറിലെ, ആ ഭാഗത്തെ കെട്ടിടങ്ങൾ ഏതാണ്ട് പൂർണ്ണമായി തകർന്നിരുന്നു. ആ വഴിയും പൂർണ്ണമായി തകർന്നു. ഈ നമ്മൾ തങ്ങിയിരുന്ന വശത്തെ കെട്ടിടങ്ങളുടെ എല്ലാം അടിയിലെ നിലയിൽ ഇപ്പോൾ വെള്ളം കയറിയിട്ടുന്നുണ്ട്. സനീഷ്, അനീഷ് എവിടെയാണുള്ളത്? ചെറുതോണിയിലായിരുന്നല്ലോ ഇന്നലെ മുതൽ ഉണ്ടായിരുന്നത്. ചെറുതോണിയിൽ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയുമായിരുന്നു. നിങ്ങൾ കുറെ കൂടെ ഇന്നലെ രാത്രിയൊക്കെ എവിടെയാണ് നിങ്ങളും മാധ്യമപ്രവർത്തകരും രക്ഷാപ്രവർത്തകരും ഒക്കെ ഉണ്ടായിരുന്നത്, നിലയുറപ്പിച്ചത്? ഇപ്പോഴെവിടെയാണുള്ളത്? സനീഷ്, ഇന്നലെ ഞങ്ങൾ താമസിച്ചിരുന്ന കെട്ടിടത്തിൽ നിന്നും ഒഴിപ്പിച്ചിരുന്നു. തുടർന്ന് റോഷി അധ്യക്ഷൻ MLA ഞങ്ങളെ ഇൻസ്പെക്ഷൻ ബംഗ്ലാവിലേക്ക് KCBയുടെ നീക്കാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും അത് പരാജയപ്പെട്ടു. കാരണം ആ വഴിയിൽ പൂർണ്ണമായും 2-3 വട്ടം മണ്ണിടിഞ്ഞു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അപകടം നടക്കുന്ന സ്ഥലത്തിന്റെ എതിർവശത്തുള്ള ഒരു ലോഡ്ജ് മുറിയുണ്ട്, അവിടെ തുറപ്പിച്ച് അവിടെ തങ്ങുകയായിരുന്നു. ഞങ്ങളും പോലീസിലെ ഉദ്യോഗസ്ഥരും ഫ്രഷ് ആവുന്നതിനും മറ്റുമായി ഇവിടെ തങ്ങുന്നുണ്ട്. അത്തരത്തിൽ 2 കൽപ്പിച്ച് ഇവിടെ തങ്ങുകയാണ് ചെയ്തത്. എന്നാൽ ഭക്ഷണമടക്കമുള്ള സാഹചര്യങ്ങൾ ഇനിയും ലഭ്യമായിട്ടില്ല. പുറത്തുനിന്ന് പല ആളുകളും സഹായിക്കണമെന്ന് കരുതി മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ പോലും ഇങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഒരൊറ്റ നിമിഷം അനീഷ്, ഞാൻ താങ്കളിലേക്ക് വരാം. അവിടെ നിന്നുള്ള മറ്റു വിവരങ്ങൾ കൂടി ആവശ്യമുണ്ട്. ഇടുക്കിയിൽ ജലനിരപ്പ് എത്രയാണ് എന്നത് സംബന്ധിച്ചുള്ള നേരത്തെയൊക്കെ കൃത്യമായി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്ന സർക്കാർ സംവിധാനങ്ങൾക്ക് പോലും അത് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമുണ്ട് ഇടുക്കിയിൽ എന്നാണ് അനീഷ് കുമാർ റിപ്പോർട്ട് ചെയ്യുന്നത്. ഞങ്ങൾക്ക് നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ നിന്ന് ലൈവ് റിപ്പോർട്ടിംഗ് തന്നെ സാധിച്ചിരുന്നു. പക്ഷേ അതിപ്പോൾ ടെലിഫോണിലേക്ക് മാറേണ്ടുന്നത് പോലുള്ള സാഹചര്യങ്ങളുമുണ്ട്. അത് പിന്നീട് കൃത്യമായി തന്നെ പക്ഷേ ആ വിവരങ്ങൾ അവിടെ ലഭിക്കുന്ന വിവരങ്ങൾ അതാത് സമയത്ത് അനീഷ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തിലേക്ക് തന്നെ വരാം. അതിനു മുമ്പ് പത്തനംതിട്ടയിൽ നിന്ന് രാജീവ് എന്നൊരാൾ ഞങ്ങളെ ടെലിഫോണിലേക്ക് വിളിച്ചിട്ടുണ്ട്. രാജീവ്, എവിടെയാണുള്ളത്? ആരാണ്? ഞങ്ങൾ പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിലെ മാലക്കര എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വിളിക്കുന്നത്. മാലക്കര ചക്കട്ടപ്പടി ജംഗ്ഷൻ. ഞങ്ങൾ ഇന്നലെ മുതൽ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിവിടെ 2 നിലയുള്ള വീടിന്റെ 2ാമത്തെ നിലയിൽ ഇന്നലെ രാവിലെ കയറിയതാണ്. ഒരു നിമിഷം, ഈ മാലക്കരയിൽ ചക്കിട്ടപ്പടി ജംഗ്ഷനാണ്? ചക്കിട്ടപ്പടി ജംഗ്ഷനാണ് മാലക്കര എന്ന് പറയുന്നത്, ആറന്മുള ചെങ്ങന്നൂർ റോഡില്. ചക്കിട്ടപ്പടി ജംഗ്ഷൻ. ചക്കിട്ടപ്പടി ജംഗ്ഷനിൽ അവിടെ കുറേയേറെ വീട് പമ്പയാറിന്റെ തീരത്തുള്ള വീടുകളാണ്. ആ വീടുകളിൽ കുറെ ആൾക്കാർ എല്ലാവരും വീടിന്റെ 2ാമത്തെ മുകളിൽ നിലയിൽ ഇരിപ്പുണ്ട്. ഞങ്ങൾക്ക് സഹായത്തിന് അഭ്യർത്ഥിച്ചിട്ട് പോസിറ്റീവായിട്ടുള്ള യാതൊരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. അവിടെ താങ്കൾ അവിടെ നിന്ന് തന്നെയല്ലേ വിളിക്കുന്നത്? ആ വീട്ടിൽ തന്നെയുള്ള ആളല്ലേ വിളിക്കുന്നത്? ഞാൻ വീട്ടിലുള്ള ആളാണ്. ആരൊക്കെയാണ് താങ്കൾക്കൊപ്പം ആരൊക്കെയാണ് അവിടെ കുടുങ്ങിയിരിക്കുന്നത്? എന്റെ സഹോദരിയുണ്ട്, പിന്നെ മകളുണ്ട്, 2 കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്, അയൽവക്കത്തെ 2-3 വീട്ടുകാരുണ്ട്. നിങ്ങളുടെ ഫോണൊക്കെ കറണ്ട് ഉണ്ടോ അവിടെ? കറണ്ട് ഇല്ല. ഫോൺ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലുമാണ്. പിന്നെ ഭക്ഷണ വസ്തുക്കളൊക്കെ ഉണ്ടോ? ഭക്ഷണ വസ്തു കുറവാണ്. ചെയ്യേണ്ടുന്ന 2 കൊച്ചു കുട്ടികളുണ്ട് അവിടെ. അതാണ് നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന. തീരെ കൊച്ചു കുട്ടികളാണ് 2 പേര്. എത്ര പ്രായമുള്ള കുട്ടികളാണ്? അതുകൊണ്ട് 10 വയസ്സും 6 വയസ്സും പ്രായമുള്ളവരാണ്. ഒരു നിമിഷം. അതായത് ഈ ജില്ലാ അധികൃതർ നൽകിയിരിക്കുന്ന വിവരം എത്രയും പെട്ടെന്ന് അവിടേക്ക് ആളുകൾ എത്തും. നിങ്ങളിപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം, അതായത് മാലക്കര, ആറന്മുളയിൽ മാലക്കര ചക്കിട്ടപ്പടി രമാദേവി എന്നാണ് വീട്ടിലെ വീട്ടിൽ പറയാൻ വേണ്ടത്. രമാദേവിയും കുടുംബവും അവിടെയുണ്ട്. അതായത് ഈ ചക്കിട്ടപ്പടി ജംഗ്ഷനിൽ അവിടേക്ക് എത്രയും പെട്ടെന്ന് എത്തണമെന്ന് ഞങ്ങൾ സുരക്ഷാ സേനയെ അറിയിക്കാം. അവർ ഇന്നലെ മുതൽ ഞങ്ങൾ ഇങ്ങനെ വളരെ ഒരു കണ്ടിജൻസിയിൽ ഇങ്ങനെ കഴിയുകയാണ് ഇവിടെ. അത് ഈ ബുദ്ധിമുട്ട് മൊത്തത്തിൽ ഇന്നലെ തൊട്ടാണ് പത്തനംതിട്ടയിൽ ബുദ്ധിമുട്ടുണ്ടായി തുടങ്ങിയത്, ആറന്മുള ആ മേഖലയിൽ വന്നത്. അതുകൊണ്ട് സേനയുടെ ശ്രദ്ധ കുറച്ച് വൈകിട്ടാണ് എത്തിയത്. പക്ഷേ ഇപ്പോൾ അവർ വളരെ കാര്യക്ഷമമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ മേഖലയിലേക്ക് അടക്കം ഇപ്പോൾ തന്നെ എത്തും. ഞങ്ങൾ ഈ വിവരം അവരെ അറിയിക്കാം. അവർ ഉടനെ തന്നെ എത്തും. പക്ഷെ അവർ പറയുന്ന ഒരു നിർദ്ദേശം, മുന്നറിയിപ്പ്, നിങ്ങൾ ഇരിക്കുന്നിടത്ത് തന്നെ ഇരിക്കുക. അതായത് ഈ മേൽനിലയിലേക്ക്, മുകൾ നിലയിലേക്ക് താഴേക്ക് പോവുകയോ ചെയ്യരുത്. വെള്ളം താഴുകയാണെങ്കിൽ പോലും താഴേക്ക് പോകരുത്. അവിടെ തന്നെ ഇരിക്കുകയാണ് വേണ്ടത്. എത്രയും പെട്ടെന്ന് ഈ സംവിധാനങ്ങൾ അങ്ങോട്ടെത്തും. ഞങ്ങൾ ഇപ്പോൾ തന്നെ ഈ വിവരം ബന്ധപ്പെട്ടവരെ അറിയിക്കുന്നതാണ്. ഒന്നുകൂടെ പറയാം, ആറന്മുള മാലക്കര ചക്കിട്ടപ്പടി ജംഗ്ഷനിൽ രമാദേവിയുടെ വീട്. ശരി, വിളിച്ചതിന് നന്ദി. വളരെ പെട്ടെന്ന് നിങ്ങളിലേക്ക് സഹായം എത്തും. ആറന്മുളയിലും പരിസര പ്രദേശങ്ങളിലുമാണ് ഇന്നലെ വലിയ ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നത്. സാധാരണ വെള്ളം കയറാത്ത ഇടമാണ് എന്ന് മാത്രമല്ല
രണ്ടാം നിലയൊക്കെ ഉള്ളതുകൊണ്ടും ടെറസ് വീടുകളായതുകൊണ്ടും ആളുകൾ പോകാതെ അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. പക്ഷേ പെട്ടെന്നാണ് വെള്ളത്തിൻ്റെ പൊക്കം ഉണ്ടായത്, വെള്ളം ഉയർന്നു വന്നത്. അതുകൊണ്ട് എല്ലാവരും രണ്ടാം നിലയിലേക്ക് മാറുകയും പക്ഷേ പിന്നീട് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടു, ഫോൺ പ്രവർത്തനരഹിതമായി, ഭക്ഷണം ശേഖരിച്ചു വെച്ച ആളുകൾക്ക് മാത്രമേ ഉള്ളൂ, കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങേയറ്റം പരിഭ്രാന്തരാവുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ട് പരിഭ്രാന്തരാകേണ്ടുന്ന സാഹചര്യമില്ല. വെള്ളത്തിൻ്റെ ഒഴുക്ക് കുറയ്ക്കാനുള്ള സംവിധാനങ്ങൾ എത്തിച്ചിട്ടുണ്ട്. സേന അങ്ങേയറ്റം ജാഗ്രതയോടുകൂടി സർവ്വസജ്ജരായിട്ട് അങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ആ മേഖലകളിലെല്ലാം രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലുള്ള ഇങ്ങോട്ട് ഞങ്ങളെ വിളിക്കാം, ഞങ്ങൾ വിളി കിട്ടുന്ന മുറയ്ക്ക് ബന്ധപ്പെട്ട ആളുകളെ ഉടനെ തന്നെ അത് അറിയിക്കുകയും അവിടേക്ക് ആളുകളെ വിടുകയും ചെയ്യാം. നമ്മളിപ്പോൾ കാണുന്ന റാന്നി നഗരത്തിലെ ദൃശ്യങ്ങളാണ്. റാന്നി അതിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത വിധമുള്ള വെള്ളപ്പൊക്കമാണ് നേരിടുന്നത് എന്ന് നമുക്ക് അറിയാവുന്നതാണ്. ബസ് സ്റ്റാൻഡ് അടക്കമുള്ള ആ നഗരത്തിൻ്റെ ഒരു വൈഡായിട്ടുള്ള ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. മുഴുവൻ വെള്ളത്തിനടിയിലാണ്, ഒരു കാലത്തും ഉണ്ടാകാത്ത വിധം വെള്ളത്തിനടിയിലാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ബസ് സ്റ്റാൻഡിൻ്റെ ആ കെട്ടിടത്തിൻ്റെ രണ്ടാം നിലയോളം വെള്ളം എത്തിയിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ വീടുകളുടെയും സ്ഥിതി. അതായത് വളരെ സേഫായിരുന്ന സുരക്ഷിതമായിരുന്ന വീടുകൾക്ക് താഴെ മുറ്റത്തേക്ക് വെള്ളം വന്നപ്പോഴും ഭയപ്പെടേണ്ടുന്ന കാര്യമില്ലായിരുന്നു. പക്ഷേ പിന്നീടത് വലിയ തോതിൽ ഉയരുകയായിരുന്നു. ഇന്നലെ രാത്രി ഈ കാളരാത്രി എന്നൊക്കെ പറയാവുന്നതുപോലെ അങ്ങേയറ്റം ആശങ്കാകുലമായ രാത്രിയായിരുന്നു ആറന്മുളക്കാർക്ക്, ആറന്മുള ആ പരിസര പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക്, പ്രത്യേകിച്ചും പത്തനംതിട്ടയിലെ ആളുകൾക്ക്. അത് പുറത്തേക്ക് വിളിച്ച് ആളുകളെ കണക്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമുണ്ടായി. പത്തനംതിട്ടയേക്കാൾ ബുദ്ധിമുട്ട് പിടിച്ച ജില്ലകളിലേക്കൊക്കെ ആളുകളുടെ ശ്രദ്ധ, ഈ സുരക്ഷാ സേനയുടെയും പ്രവർത്തകരുടെയും ഒക്കെ ശ്രദ്ധ കൊണ്ടുപോകേണ്ടതുള്ളതുകൊണ്ട് പത്തനംതിട്ടയിലേക്ക് ആളുകളുടെ ശ്രദ്ധയെത്താൻ പെട്ടെന്നാണ് വെള്ളം ഉയർന്നതെന്നുകൊണ്ട് കുറച്ച് വൈകിയുമുണ്ടായി. അതുകൊണ്ട് ഇപ്പോൾ പക്ഷേ ജില്ലാ ഭരണകൂടം അങ്ങേയറ്റം സജീവമായി തന്നെ കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷേ ഇപ്പോൾ 7:43 സമയം. ഒരു 10-11 മണിയോടുകൂടി ബുദ്ധിമുട്ടിലായിരിക്കുന്ന ആളുകളെ മുഴുവൻ തന്നെയും രക്ഷപ്പെടുത്തി പുറത്തേക്ക് ആശ്വാസകരമായ സാഹചര്യങ്ങളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ പകലിനപ്പുറം ആളുകൾക്ക് ആശങ്കയോടെ ഇരിക്കേണ്ടി വരികയില്ല. പക്ഷേ നമ്മൾ കാണുന്നത് കേരളം സമാനതകളില്ലാത്ത കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വലിയ വെള്ളപ്പൊക്കത്തിനകത്താണ് എന്നാണ്. ഈ പറയുന്ന എല്ലായിടങ്ങളിലും, റാന്നിയിൽ മാത്രമല്ല എല്ലായിടങ്ങളിലും ഇതാണെന്നില്ല. കൊച്ചി നഗരത്തിൽ നിന്നും VB ശരൺ ചേരുന്നു നമ്മോടൊപ്പം. SS ശരൺ, കൊച്ചിയിൽ എന്താണ് സ്ഥിതി? നഗരത്തിലേക്കും വെള്ളം കയറിയിട്ടുണ്ടോ? സനീഷ്, എറണാകുളം ജില്ലയിലെ നഗരപ്രദേശങ്ങളിൽ ഇപ്പോഴും കനത്ത മഴ തുടരുകയാണ്. വിവിധ പ്രദേശങ്ങൾ ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു കമ്മട്ടിപ്പാടം അടക്കമുള്ള കോളനികൾ വെള്ളത്തിനടിയിലാണെന്നുള്ള കാര്യം. ഇപ്പോഴും ഇവിടെ നിന്ന് ആളുകളെ എല്ലാം തന്നെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇവരെ തിരിച്ചെത്തിക്കാനാകാത്തവണ്ണം ഇപ്പോഴും കനത്ത മഴ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നഗരപ്രദേശങ്ങളിലും കൂടുതൽ ക്യാമ്പുകൾ ഉയർന്നു കഴിഞ്ഞു. ഏതായാലും 215 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് എറണാകുളം ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. അതിൽ തന്നെ 33,000-ലധികം പേരെ ഇതിനകം തന്നെ മാറ്റിപ്പാർപ്പിച്ചു കഴിഞ്ഞു വിവിധ പ്രദേശങ്ങളിൽ നിന്ന്. ഏതായാലും നമുക്ക് പുതിയതായി പുറത്തുവിടാൻ കഴിയുന്ന വിവരമെന്ന് പറയുന്നത് മെട്രോയുടെ സർവീസ് ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്നു എന്നതാണ്. മെട്രോ സർവീസ് ഒരിടത്തേക്കും തന്നെ ഇപ്പോൾ നടക്കുന്നില്ല. മെട്രോയുടെ സർവീസ് പൂർണ്ണമായും നിർത്തിവെച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന്റെ സർവീസ് നിർത്തിവെച്ചു എന്നുള്ളത്. അതിനുശേഷം ഇപ്പോൾ മെട്രോയുടെ സർവീസും നിർത്തിവെച്ചിരിക്കുന്നു. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് വിവിധ റൂട്ടുകളിലേക്കുള്ള ഗതാഗതം സ്തംഭിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം അങ്കമാലി മാള റൂട്ട് പൂർണ്ണമായും തന്നെ ഗതാഗതം സ്തംഭിച്ചിരിക്കുന്നു. ഇവിടേക്കൊന്നും വണ്ടികൾക്ക് കടന്നു പോകാനാകാത്ത വണ്ണം വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവിടേക്കുള്ള അങ്കമാലി മാള പുത്തൻവേലിക്കരയുടെ വിവിധ ഭാഗങ്ങൾ ഇവിടെയെല്ലാം തന്നെ വെള്ളക്കെട്ട് രൂക്ഷമായതിനെ തുടർന്ന് ഗതാഗതം സ്തംഭിച്ചു എന്നുള്ള കാര്യവും നമുക്കറിയാൻ സാധിക്കുന്നു. ഏതായാലും ഇന്നലെ 7 നാവികസേനയുടെ 7 റെസ്ക്യൂ ടീമുകളാണ് ഇന്നലെ രാത്രിയോടുകൂടി എറണാകുളം ജില്ലയിലേക്ക് എത്തിയത്. ഇവരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ പലയിടത്തും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്നും ഒപ്പം തന്നെ കൂടുതൽ ദുരന്ത നിവാരണ സേനയുടെ യൂണിറ്റുകളും ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. ശരൺ, ഇതിപ്പോൾ ശരൺ എവിടെയാണ് നിൽക്കുന്നത്? ഏത് റോഡാണിത്? എവിടെയാണ് നിൽക്കുന്നത്? പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സനീഷ്, ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കളത്തിപ്പറമ്പ് റോഡാണ്. അതായത് എറണാകുളം നഗരത്തിലെ കളത്തിപ്പറമ്പ് റോഡിലാണ് ഞാൻ നിൽക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഇവിടെ തന്നെ പല വണ്ടികളും ഈ വഴി പോകാതെ മറ്റു വഴികൾ തേടി പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. കാരണം ഇവിടെ വെള്ളക്കെട്ട് രൂപപ്പെട്ടതിനെ തുടർന്നാണ് ഈ വഴി പോകാനാകാത്ത ഒരു സാഹചര്യമുള്ളത്. ഈ റോഡ് മാത്രമല്ല, മറ്റ് പ്രദേശങ്ങളിലേക്ക് പോയാലും, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കോളനിക്ക് സമീപമുള്ള റോഡുകളെല്ലാം തന്നെ വെള്ളക്കെട്ടാൽ രൂക്ഷമാണ്. ഒപ്പം തന്നെ മറ്റ് ചെറിയ റോഡുകളെല്ലാം വിവരങ്ങൾ നൽകുന്നത്. ശരൺ നിൽക്കുന്നത് കളത്തിപ്പറമ്പ് റോഡിലാണ്. നഗരത്തിനകത്ത് കൂടെ വലിയ തോതിൽ വെള്ളം കയറിയിരിക്കുന്നു. ആളുകൾ താമസിച്ചിരുന്ന ഇടങ്ങളിൽ നിന്ന് പോവുകയാണ് എന്ന വിവരമാണ് അവിടെ നിന്ന് ശരൺ നൽകുന്നത്. ആ ദൃശ്യങ്ങളിലേക്ക് തന്നെ നമുക്ക് പോകാം. ആ റോഡാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
കളത്തിപ്പറമ്പ് റോഡാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കളത്തിപ്പറമ്പ് റോഡിൽ വെള്ളം കയറിയിരിക്കുന്നത് നമുക്ക് കൃത്യമായി തന്നെയും കാണാം. അവിടെ നിന്ന് വീടുകളിൽ നിന്ന് ഒഴിഞ്ഞു പോകേണ്ടുന്ന സ്ഥിതിയുണ്ട്. അതായത് കൊച്ചി നഗരം കൂടെ വെള്ളത്തിന് അകത്തേക്ക്, വെള്ളത്തിൻ്റെ പിടിയിലേക്ക് പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. നേരത്തെ വിനീത VG അവിടെ നിന്ന് വിവരങ്ങൾ നൽകിയത് കൊച്ചി നഗരത്തിൽ നിന്ന് കളമശ്ശേരിക്കടുത്ത് നിന്ന് കമ്പനിപ്പടിയിൽ നിന്നാണ് വിനീത VG വിവരങ്ങൾ നൽകിയിരുന്നത്. കമ്പനിപ്പടി മെട്രോ സ്റ്റേഷന് മുന്നിലും ഇതുപോലെയുള്ള വെള്ളം നമ്മൾ കണ്ടിരുന്നു. സ്വാഭാവികമായിട്ടും മഴ തുടരുകയാണ്, എന്തുകൊണ്ട് വെള്ളം കൂടാനാണ് സാധ്യത എന്ന സാഹചര്യമാണ് അവിടെ ഉള്ളത്. കൊച്ചി നഗരവാസികളെയും ഇത് പതുക്കെയാണെങ്കിലും ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കേരളത്തിൽ ഒരിടത്തും ആളുകൾ ഈ മഴയാൽ വെള്ളപ്പൊക്കത്താൽ ബുദ്ധിമുട്ടിക്കപ്പെടാത്തവരായി ഇല്ല എന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഭൂതത്താൻകെട്ടിൽ നിന്ന് ഇപ്പോൾ നിസാർ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. നിസാർ, ഭൂതത്താൻകെട്ടിലെ മുഴുവൻ ഷട്ടറുകളും എല്ലാം സ്പിൽവേ ഈ ഒഴുക്കിവിട്ട് യാതൊരു നിയന്ത്രണവുമില്ലാതെ വെള്ളം ഒഴുക്കിവിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴെന്താണ് അവിടെ അവസ്ഥ? നിലവിൽ ഇപ്പോൾ ഭൂതത്താൻകെട്ടിന്റെ ജലനിരപ്പ് 35 മീറ്ററിന് മുകളിൽ ഉയർന്നിരിക്കുകയാണ്. മണിക്കൂറുകൾക്കുള്ളിൽ ക്രമാതീതമായിട്ടാണ് ജലനിരപ്പ് ഉയർന്നത്. 35 മീറ്ററാണ് ഡാമിന്റെ ജലനിരപ്പ്. എന്നാൽ 35 മീറ്ററിന് മുകളിൽ വെള്ളം ഉയർന്ന സാഹചര്യത്തിൽ ഡാം കരകവിഞ്ഞ് ഒഴുകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഡാമിന്റെ സമീപ പ്രദേശങ്ങളിൽ എല്ലാം തന്നെ വെള്ളം കയറി. ഇന്നലെ വരെ കൃത്യമായ കണക്കുകൾ ഉണ്ടായിരുന്നു. ഭൂതത്താൻകെട്ട് ഡാം നിസാർ കരകവിഞ്ഞൊഴുകുകയാണ്, മുകളിലൂടെ ഒഴുകുകയാണ്. ഭൂതത്താൻകെട്ട് ഡാമിന്റെ സൈഡിൽ, അതായത് ഷട്ടറിന്റെ മുകളിൽ വെള്ളം എത്തി റോഡുകളിൽ വെള്ളം കയറിയ ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഇവിടെ നിന്ന് വെള്ളം നേരെ പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുക. ഇന്നലെ രാത്രി മുതൽ തന്നെ കോതമംഗലം ഭാഗത്തേക്ക്, അതായത് കോതമംഗലം പ്രദേശത്തേക്ക് വെള്ളം എത്തിയിരുന്നു. ഡാമിന്റെ സൈഡിൽ അതായത് ഉയർന്നു കഴിഞ്ഞു. വെള്ളം നിലവിൽ 35 മീറ്റർ മുകളിൽ വെള്ളം ഉയർന്നു. അതുകൊണ്ട് തന്നെ വെള്ളം ശക്തമായിട്ട് തന്നെയാണ് ഒഴുകുന്നത്. ഈ ഡാമിന്റെ സൈഡിലൂടെ ഉള്ള ഭാഗങ്ങളിൽ വെള്ളം കയറിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇവിടെ അവിടെ നിസാർ ഇപ്പോഴും മഴ പെയ്യുകയുമാണോ? ശക്തമായ മഴയാണ് ഭൂതത്താൻകെട്ടിലെ ഡാമിന്റെ പരിസരത്തുള്ളത്. ഭൂതത്താൻകെട്ട് ഡാമിന്റെ കരകവിഞ്ഞ് എന്ന് തന്നെ പറയാവുന്ന വിധത്തിൽ വെള്ളം ഒഴുകുന്നു എന്നാണ് അവിടെ നിന്ന് നിസാർ വിവരങ്ങൾ നൽകുന്നത്. എന്ന് വെച്ചാൽ ഈ പറയുന്ന അണക്കെട്ടിന്റെ നടപ്പാതയ്ക്ക് മുകളിലൂടെ പോലും വെള്ളം അതോടെ ചേർന്നെത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. വശങ്ങളിലൂടെ ഒഴുകുന്നുണ്ട് എന്നാണ് നിസാർ പറഞ്ഞപ്പോൾ മനസ്സിലാക്കാനായത്. ആണത്. അതായത് മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് വലിയ തോതിൽ 13 സ്പിൽവേകളും തുറന്ന് പുറത്തേക്ക് വെള്ളം ഒഴുക്കിവിട്ടുകൊണ്ടിരിക്കുകയാണ്. താഴെ ഇടുക്കിയിലേക്ക് എത്തുന്നു. ഇടുക്കിയിലും 5 ഷട്ടറുകളും ഉയർത്തി വലിയ തോതിൽ വെള്ളം പുറത്തേക്ക് വരികയാണ്. നിയന്ത്രണങ്ങൾ വല്ലാത്ത തോതിൽ വെക്കാൻ പറ്റാത്ത വിധമാണ് വെള്ളം താഴേക്ക് ഒഴുക്കിവിടുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. ചെറുതോണി ബസ് സ്റ്റാൻഡ് അടക്കം വെള്ളത്തിനടിയിലായിട്ടുണ്ട്. അത്ര ശക്തമായിട്ടാണ് വെള്ളം ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒഴുക്ക് ഭൂതത്താൻകെട്ടിലേക്ക് എത്തുന്നത്. ഭൂതത്താൻകെട്ടിൽ അനിയന്ത്രിതമായിട്ടാണ് വെള്ളം ഉയരുന്നത്. സ്വാഭാവികമായിട്ടും അത് ആലുവ ആ മേഖലകളിലേക്ക് പരന്നൊഴുകുകയാണ്. നഗരത്തിനകത്തേക്ക് ഇതിൻ്റെ കൂടെ എഫക്റ്റ് കൊണ്ടായിരിക്കണം, ഇതിൻ്റെ കൂടെ ഫലമായിട്ടാകണം കൊച്ചി നഗരം കുറച്ചുകൂടെ ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആശങ്കപ്പെടാനുള്ള സാഹചര്യമില്ല എന്ന് പറയുന്നത് ഒരു പക്ഷേ പൂർണ്ണമായിട്ടും ശരിയാവുകയില്ല. പല നിലക്ക് ആശങ്കപ്പെടേണ്ടതുണ്ട്. കൊച്ചി നഗരത്തിൽ ഇപ്പോൾ സേഫായിട്ട് താമസിക്കുന്ന ആളുകൾ, സുരക്ഷിതരായി താമസിക്കുന്ന ആളുകളടക്കം കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ, വൈദ്യുതിയുടെ കാര്യത്തിൽ, ഇക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വെക്കേണ്ടതാണ്. അങ്ങേയറ്റം ജാഗ്രതയോടുകൂടി ഇരിക്കണം എന്നാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. പ്രത്യേകിച്ച് ഈ കുടിവെള്ള സംവിധാനങ്ങളൊക്കെ ബുദ്ധിമുട്ടിലാണ് എന്ന് കഴിഞ്ഞ ദിവസം തന്നെ സർക്കാർ സംവിധാനങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഈ കൺട്രോൾ റൂമുമായി ഓരോ ജില്ലയിലെയും പ്രദേശത്തെയും കൺട്രോൾ റൂമുകളുടെ വിവരങ്ങൾ ഞങ്ങളുടെ സ്ക്രീനിൽ തന്നെ നിങ്ങൾക്ക് കാണാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നേരിട്ട് ഈ ഫോൺ നമ്പറുകളിലേക്ക് വിളിക്കുകയാണ് വേണ്ടത്. 1-2 തവണ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ ആവർത്തിച്ച് വിളിച്ചുകൊണ്ടിരിക്കണം. ഒരേ ജില്ലകളിലെ വിവിധങ്ങളായിട്ടുള്ള നമ്പറുകൾ ഇതിനകത്ത് പോകുന്നുണ്ട്. ഇപ്പോൾ റാന്നിയിലും പത്തനംതിട്ടയിലും ആറന്മുളയിലും ഒക്കെയുള്ള ആളുകൾ ഞങ്ങളെ വിളിക്കുന്നുണ്ട്. റാന്നിയിലും അവിടെ ഈ നമ്പറുകൾ കൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കണം. റാന്നിയിലും പത്തനംതിട്ടയിലുമുള്ള ആളുകളാണ് ഇപ്പോൾ വീടിൻ്റെ മുകൾ ഭാഗത്തൊക്കെ കുടുങ്ങിക്കിടക്കുന്നത്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. പത്തനംതിട്ട റാന്നി ആറന്മുള പ്രദേശങ്ങളിൽ നിന്നാണ് ആളുകൾ പരിഭ്രാന്തരായി വിളിക്കുന്നത്. അവിടെ ആളുകൾ വീടിൻ്റെ മുകൾ ഭാഗത്തൊക്കെ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയിലാണ്. അവരെ രക്ഷിക്കാനായിട്ട് സുരക്ഷാ സേനയുടെ ആളുകൾ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ രക്ഷാപ്രവർത്തനം, നേരത്തെ വിളിച്ച പല ആളുകളെയും രക്ഷപ്പെടുത്തിയിട്ടുണ്ടാകാൻ ഒരുപക്ഷെ സാധ്യതയുണ്ട്. അവിടേക്ക് കൂടുതൽ സേന സംവിധാനങ്ങൾ അങ്ങോട്ടേക്ക് വരികയാണ്. ജോധ്പൂരിൽ നിന്നടക്കം ഒരു സേന ദളം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. തിരുവനന്തപുരത്തേക്കാണ് വരിക. വന്നതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ ഈ പറഞ്ഞ അഫക്റ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് സേന സംവിധാനങ്ങൾ പോകും. കൂടുതൽ വിവരങ്ങളുമായി BV അരുൺ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. അരുൺ, എപ്പോഴാണ് അവരെത്തുക? വന്ന ഉടനെ തന്നെ അങ്ങോട്ട് പോകുമോ?
സനീഷ്, ആദ്യ ടീം 7:30 എത്തുമെന്നാണ് അറിയിച്ചിരുന്നത്. ജോധ്പൂരിൽ നിന്ന് സംഘം 7:30 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ടെക്നിക്കൽ ഏരിയയിൽ എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇവിടെ അതിനുള്ള സജ്ജീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ടെക്നിക്കൽ ഏരിയയാണ് ഇവിടെയാണ് ടീം എത്തേണ്ടത്. പക്ഷേ ഇതുവരെയും എത്തിച്ചേർന്നിട്ടില്ല. അവർ വൈകുമെന്ന സൂചന ഇപ്പോൾ ലഭിക്കുന്നു. അവർ എത്തിയാലുടൻ അവരെ ഈ ലക്ഷ്യസ്ഥാനത്ത്, അതായത് പത്തനംതിട്ട അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് KSRTC ബസ്സിലാണ്. അതിനുവേണ്ടി KSRTCയുടെ 3 ബസ് ഇവിടെ നേരത്തെ തന്നെ അതിരാവിലെ മുതൽ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ സേനയെ കൊണ്ടുപോകാനുള്ള ബസ്സുകളാണിത്. സേന എത്തിയാലുടൻ അവരെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. കൂടുതൽ ടെക്നിക്കൽ വിങ് അടക്കമുള്ളവയും എത്തിച്ചേരുമെന്ന് അറിയുന്നു. പക്ഷേ ഇവരുടെയൊക്കെ കൃത്യസമയം ഇതുവരെയും ലഭ്യമാകുന്നില്ല. 7:30 എത്തേണ്ട സംഘവും എത്തിയിട്ടില്ല. ഏതായാലും അല്പസമയത്തിനുള്ളിൽ സേനാ വിഭാഗങ്ങൾ ഇവിടെ എത്തിച്ചേരുമെന്ന പ്രതീക്ഷയാണ് ഇവിടെ ടെക്നിക്കൽ ഏരിയയിലെ അധികൃതരും പങ്കുവയ്ക്കുന്നത്. കൃത്യമായ സമയം ഇനിയും അറിയേണ്ടിയിരിക്കുന്നു. സനീഷ്, തിരിച്ചു വരാം. ബി അരുൺ, താങ്കളിലേക്ക്. ഇടവേളയ്ക്ക് ശേഷം.